ഹല്ലേലൂയ. ഇന്നത്തെ ചിന്തയ്ക്ക് ഫസ്റ്റ് കൊരിന്ത്യർ ലേഖനം, ഫസ്റ്റ് കൊരിന്ത്യൻസ് ചാപ്റ്റർ 2 വേഴ്സ് 16, 2:16 മുതൽ. ഫസ്റ്റ് കൊരിന്ത്യൻ. സിസ്റ്റർ മ്യൂട്ടാ. കർത്താവിന്റെ മനസ്സറിഞ്ഞവനെ ഗ്രഹിപ്പിക്കാവുന്നവനാർ, നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവർ ആകുന്നു. ആമേ. കർത്താവിന്റെ മനസ്സറിഞ്ഞ് അവനെ ഗ്രഹിപ്പിക്കാവുന്നവനാർ, നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാണ്. അപ്പൊ ഇന്നത്തെ വിഷയം, നാം ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാണ്. എന്താണ് ക്രിസ്തുവിന്റെ മനസ്സ്? അല്ലെ, ക്രിസ്തുവിന്റെ മനസ്സുള്ളവർ എങ്ങനെ ആയിരിക്കും? എങ്ങനെ ആയിരിക്കണം? അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം കർത്താവിന്റെ മനസ്സ് എന്താന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലെ? പക്ഷെ നമ്മളും അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവർ ആകുന്നു. ആകണം എന്നല്ല, ആകുന്നു. നമ്മൾ അങ്ങനെയാണോ? കർത്താവിന്റെ മനസ്സിൽ എന്തൊക്കെയാണ് ഉള്ളത്? കർത്താവ് എങ്ങനെയൊക്കെയാണ് ചെയ്തത്? ഹാലേലിയ. അപ്പൊ നമുക്കറിയാം, നമ്മൾ കർത്താവിന്റെ ഹാലേലിയ ആമയും 3.5 വർഷക്കാലത്ത് ശുശ്രൂഷ ജീവിതം, 33 വയസ്സിലെ ഭൂമിയിൽ ജീവിച്ച സമയം, ഹാലേലിയ, അവിടെയൊക്കെ നമ്മൾ കണ്ടുപഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ കർത്താവ് ജീവിതത്തിൽ മാതൃകയും പലപ്പോഴും പറഞ്ഞു. യേശു കർത്താവ് ലൈഫ് കൊണ്ട് ഹാലേലിയ സകലതും പറഞ്ഞതെല്ലാം തെളിയിച്ചു പ്രവർത്തിച്ചു. നമ്മുടെയൊക്കെ ലൈഫിൽ പലപ്പോഴും നോക്കിയ പ്രസംഗം ഉണ്ടാകും, പ്രവൃത്തി ഉണ്ടോന്ന് വെച്ചാൽ ഉണ്ടാകത്തില്ല. ഹല്ലേലൂയ. അപ്പൊ കർത്താവിന്റെ മനസ്സുള്ളവരാണ് നമ്മളെന്ന് പറഞ്ഞേക്കെന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളത്തിൽ വന്ന് നമ്മളുടെ കൂടെ ഇരുന്ന് നമ്മളെ സകല സത്യത്തിലും വഴി നടത്തുമ്പോൾ നമ്മളെ സകല ഇടത്തും കൊണ്ടുപോകുന്നു. സകലതും ചെയ്യുന്ന സമയത്ത് നമ്മൾ എങ്ങനെയായിരിക്കണം? ഒന്നാമത്തെ കാര്യം, യേശു കർത്താവ് സത്യം മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. കാരണം യേശു കർത്താവിൽ ഉള്ള ആത്മാവ് ദൈവത്തിന്റെ ആത്മാവ്, സത്യത്തിന്റെ ആത്മാവ്, അതേ ആത്മാവിനെയാണ് നമുക്ക് തന്നിരിക്കുന്നത്, അല്ലെ? കർത്താവ് യേശു ക്രിസ്തു തന്നെ പറഞ്ഞു, അവൻ നിങ്ങളുടെ ഉള്ളിൽ വരും, നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. ഹാലേലൂയ. അപ്പം പരിശുദ്ധാത്മാ ദൈവം നടത്തുന്നവരാണ് നമ്മൾ ഓരോരുത്തരെങ്കിലും നമ്മൾ എപ്പോഴും സത്യത്തിൽ തന്നെ നടക്കത്തോളൂ, സത്യം മാത്രമേ സംസാരിക്കത്തുള്ളൂ. ഹാലേലൂയ. നമുക്ക് പരിശുദ്ധാത്മാവിനെ ഗൈഡ് ചെയ്യുമ്പോൾ യേശു കർത്താവിന്റെ ക്വാളിറ്റി ആയിരുന്നു എന്താണ്? അവയെ സ്നേഹിക്കുക എന്നുള്ളത്. എല്ലാത്തിനും വചനമുണ്ട്. ഹാലേലൂയ. നമുക്ക് എല്ലാ വചനം എടുത്ത് സംസാരിക്കാൻ പറ്റത്തില്ല, കാരണം അതുപോലെ ഉണ്ട്. കർത്താവിന്റെ മറ്റൊരു ക്വാളിറ്റി സ്നേഹം. എങ്ങനെ കർത്താവ് സ്നേഹിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാം. അൺകണ്ടീഷണൽ ലവ് കർത്താവ് ആലല്ലേ. അതുപോലെ കർത്താവ് എപ്പോഴും നമുക്ക് കാണാറുണ്ട്. കർത്താവ് പാപികളുടെ അടുക്കിലേക്കും മുറിക്കപ്പെട്ടവരുടെ അടുക്കിലേക്കും കഷ്ടത അനുഭവിക്കുന്ന അടുക്കലേക്കും പീഡിതരുടെ അടുക്കിലേക്ക് കർത്താവ് അവരെ തേടിയ ചെന്നത്. ഇന്ന് നമ്മൾ കർത്താവിന്റെ മനസ്സുള്ളവരാകുന്നു എന്ന് കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് കൃത്യമായിട്ട് പറയുമ്പോൾ, ഇതൊക്കെ കേൾക്കുമ്പോൾ ഇന്ന് കാണുന്ന ശുശ്രൂഷകരാണെങ്കിലും വിശ്വാസികളാണെങ്കിലും കർത്താവിന്റെ മനസ്സുള്ളവരാണോ എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കണം. ഹാലല്ലേ. അടുത്താണ് കർത്താവിന്റെ ഏറ്റവും വലിയ കൊള്ളിയ താഴ്മ, വിനയം, മനസ്സലിവ്. ഹല്ലേലൂയ. തന്നെത്താൻ താഴ്ത്തി, ക്രൂശിലെ മരണത്തോളം തന്നെത്താൻ താഴ്ത്തിയെന്ന്. അപ്പൊ അവിടെ പറ്റെടുത്ത് തന്നെത്താൻ ഒഴിച്ചു. എന്ന് വെച്ചാ കർത്താവിലുള്ള സകലത ഒഴിച്ചു കളഞ്ഞു കർത്താവ്. ഹല്ലേലൂയ. അവിടെ താഴ്മ. എന്നിട്ട് ആരെ താഴ്മ ധരിച്ചെന്ന് ഫിലിപ്പിയർ ലേഖനത്തിൽ കൃത്യമായി, ഫിലിപ്പിയർ 2-ാം അധ്യായത്തിന്റെ 5 തുടങ്ങി 8 വരെ ഒന്ന് വായിച്ചു സിസ്റ്റർ. ഫിലിപ്പിയർ ലേഖനം ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ഇവിടെ പറയുന്നേ, ക്രിസ്തുവേശുള്ള പാവം തന്നെ നിങ്ങളും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ഹല്ലേലൂയ. അപ്പം ദൈവരൂപത്തിലേക്ക്, അപ്പൊ സാക്ഷാൽ ദൈവമായിരുന്ന കർത്താവ് തന്നെ ഹല്ലേലൂയ ദാസരൂപം എടുത്ത്
തന്നെത്താൻ താഴ്ത്തി. ഹല്ലേലൂയ. അപ്പൊ മനുഷ്യനായി ജീവിച്ച അവൻ ദാസൻ. അപ്പൊ കർത്താവ് ആരായത്? ഇപ്പൊ നമ്മളൊക്കെ അല്ലല്ല ഈ രാജ്യത്തിലെ ഇപ്പൊ പ്രധാനമന്ത്രിയുടെ മോളാണ്, പ്രസിഡന്റിന്റെ മോളാണെങ്കിലൊക്കെ നമ്മൾ അങ്ങനെയാണ് ഇരിക്കുന്നതെങ്കിൽ അല്ലല്ല ഇവിടെ വന്നിട്ട് തന്നെത്താൻ താഴ്ത്തി ഇതൊക്കെ ചെയ്യുമോന്ന് പറഞ്ഞാൽ ചെയ്യുമോ? ഇപ്പൊ താഴെ കിടക്കുന്നത് മോളോട്ട് കയറി പിടിച്ച് താഴോട്ട് ഇറങ്ങാൻ പേടിയാ, പിന്നെ മടിയാ അല്ലേ? ആൾക്കാരെയൊക്കെ അതല്ലേ കാരണം ഇപ്പം പലരെയും നമ്മൾ കണ്ട പണ്ട് കഷ്ടതയും ബുദ്ധിമുട്ടും പ്രയാസത്തിലും ഒക്കെ കടന്ന് ഹാലേലിയ അവൻ കർത്താവ് കൃപയാൽ എന്തൊക്കെയോ കൊടുത്ത് ഹാലേലിയ. അപ്പൊ പിന്നെ അവരാരും മനുഷ്യരെ കണ്ടാൽ പോലും മുഖത്ത് നോക്കാൻ പോലും പറ്റത്തില്ല. താഴെയുള്ളവർ അമ്മ പാവങ്ങളെയൊക്കെ കാണുമ്പോൾ വലിയ പുച്ഛമാണ്. ഹാലേലിയ ആമേ. പിന്നെ എന്താ പറയാ, സമ്പാദിച്ചു കൂട്ടണം എന്നുള്ള അഹങ്കാരം ഉള്ളിൽ കയറിയിട്ട്, നെഗളം ഉള്ളിൽ കയറിയിട്ട് എന്തൊക്കെ കള്ളത്തരങ്ങളും കപടതകളും കാണിക്കുക, അതെല്ലാം കാണിക്കുന്ന മനുഷ്യരാണ്. ഹല്ലേലൂയ. അപ്പം ഇതെല്ലാം എന്തുകൊണ്ടാ അവരുടെ ഉള്ളിലേക്ക്? അപ്പൊ കർത്താവിന്റെ മനസ്സുള്ളവരാ ആരാ? നമ്മൾ കർത്താവിന്റെ മനസ്സുള്ളവരാകുന്നു എന്ന് പറയുമ്പോൾ ഈ കർത്താവിന്റെ മനസ്സ് എവിടെ പോയി? പരിശുദ്ധാത്മാവ് ഗൈഡ് ചെയ്യുന്ന, പരിശുദ്ധാത്മാവ് ലീഡ് ചെയ്യുന്ന ഒരിക്കലും നെഗലികൾ ആകത്തില്ല. കാരണം നെഗളത്തിന്റെ നെഗളികളോട് ദൈവം എതിർത്തു നിൽക്കുന്നു എന്ന് പറയാം. ദൈവം എതിർത്ത് നിൽക്കുന്നെങ്കിൽ ദൈവാത്മാവ് ഹാലേലിയ അങ്ങനെ ഉള്ളവരെ ദൈവാത്മാവാണ് ഗൈഡ് എന്ന് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? അല്ല, യാക്കോബിന്റെ ലേഖനത്തിൽ കൃത്യമായിട്ട് പറയുന്നു ഹാലേലൂയ ആമേൻ ആമേൻ. നെഗളികളുടെ ദൈവം എതിർത്ത് നിൽക്കുന്നു. അപ്പൊ ഈ നെഗള എവിടുന്ന് വന്നു? ദൈവത്തിന്റെ ആത്മാവിന്ന് വന്നതാണോ? അല്ല. കാരണം ഇന്ന് പലയിടത്തും നമ്മൾ കാണാറുണ്ട് അവൻ പലപ്പോഴും കയറി പ്രസംഗിക്കും പറയും, ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ, ഞാൻ പോയപ്പോൾ, ഞാൻ കൈവച്ചപ്പോൾ, ഞാൻ തൊട്ടപ്പോൾ. എവിടുന്ന് വന്ന് ഞാൻ? ഹല്ലേലൂയ. അപ്പൊ ഇവിടെയല്ല നമ്മൾ കാണും. അതുപോലെ മറ്റുള്ളവരെ കണ്ടാ സംസാരിക്കാൻ മടി, ഹാലല് അന്ന് പ്രാർത്ഥിക്കാൻ മടി, ഹാലല് വെച്ചാ അവൻ മുഖത്ത് നോക്കി അല്ലെങ്കിൽ കാറ് നോക്കി അല്ലെങ്കിൽ കീശ നോക്കിയൊക്കെ പ്രാർത്ഥിക്കുന്ന പ്രവണതയിലേക്ക് മാറിക്കഴിഞ്ഞ് ഹാലല്ലൂയ അമ്മ കാണാൻ ആൾക്കാർ വന്ന് നിൽക്കുമ്പോഴും ഹാലല് മടി. കാരണം എന്താ ഇതൊക്കെ വെച്ചാൽ അഹങ്കാരം, നഗളവും ഹാലലിയ സ്വസ്നേഹം, ദ്രവ്യാഗം ഇതെല്ലാം ആരുടേതാണെന്ന് നമുക്കറിയാം. അപ്പൊ ഈ വക സ്വഭാവങ്ങളും കണ്ട് നടക്കുന്നവർക്ക് കർത്താവിന്റെ മനസ്സുള്ളവർ അല്ല അവര്. കർത്താവിന്റെ മനസ്സുള്ളവരാണെന്ന് നമ്മളെ കുറിച്ച് പറയുന്നെങ്കിൽ, നമ്മൾ ദൈവത്തിന്റെ മക്കളാണെങ്കിൽ, പരിശുദ്ധാത്മാ ലീഡ് ചെയ്യുകയും ഗൈഡ് ചെയ്യുകയും ചെയ്യുന്നവരാണ് നമ്മൾ കർത്താവിന്റെ മനസ്സുള്ളവരാകുന്നു എന്ന് തീർത്തും പറയുമ്പോ കർത്താവിന്റെ മനസ്സ് എങ്ങനെയായിരിക്കണം എന്നുള്ള ഞാൻ ഇപ്പൊ പറഞ്ഞു. ഈ 2 ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്നത് അവിടെ പറയുന്നത് എന്താ പറയുക, തന്നെത്താൻ ഒഴിച്ചു. നമ്മളൊരു കുപ്പിയിലെ വെള്ളം എടുത്ത് ഫുള്ളായിട്ട് ഒഴിച്ചു കളഞ്ഞത് എം ടി ആയി പോകുന്നു. അതുപോലെ എം ടി ആക്കി കർത്താവ് ഹാലേലൂയ അതുപോലെ അത്രത്തോളം താഴ്ത്തി. അതിൽ മരണം നമുക്കറിയാം, മരണത്തോളം താഴ്ത്തി എന്ന് ഹാലേലൂയ പറയാറുണ്ട്. പക്ഷെ ക്രൂശില മരണം അത് ആ ഒരു സാധാരണ മരണത്തിനൊക്കെ അപ്പുറം 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 ക്രൂശില മരണം എന്ന് പറയുമ്പോ നമ്മൾ ഓരോരുത്തരും മരിക്കുന്നു, നമ്മൾ മരണം കാണുന്നതൊക്കെ. പക്ഷെ കർത്താവിന്റെ മരണം അതിനെക്കാട്ടിയൊക്കെ വളരെ 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 ഹാലേലിയ ഡെപ്ത് ആയിട്ടുള്ള മരണം. അതാ ക്രൂശില മരണത്തോളം എന്ന് പറഞ്ഞേക്കുന്നത്, സാധാരണ മരണമല്ല. ഞാൻ കഴിഞ്ഞ ദിവസം പറയാം, ദൈവദാസൻ പ്രസംഗിച്ചപ്പോൾ ഇങ്ങനെ പറയുണ്ടായി കർത്താവ് യേശു ശരീരത്തിൽ ഒരു ശകലം പോലും സ്കിൻ ഉണ്ടായിരുന്നില്ല. ഹാലയിലെ ക്രൂശിൽ തറയ്ക്കുമ്പോൾ ഒരു മാംസപിണ്ഡമായി മാറുന്നത്. കാരണം എന്താ? ഹോമയാഗം കഴിക്കുന്ന ഹാലയിലിയ പാപയാഗം കഴിക്കുന്നൊക്കെ സ്കിന്നൊക്കെ ഇങ്ങനെ ഉരിഞ്ഞു കളയാനുള്ളത് പോലെ തന്നെ ചട്ടവാർ അടിയാലും മുട്ട് ആ പോകുന്ന പോക്കെ വീണു എഴുന്നേറ്റ് ക്രൂശ് ചുവതൊക്കെ ചെല്ലുമ്പോൾ ശരീരത്തിൽ സ്കിന്ന് പോലും ഉണ്ടായിരുന്നു, അതെല്ലാം പറഞ്ഞു പോയിരുന്നു. ഹാലൂയ ഒരു മാംസപിണ്ഡമായിട്ടാണ് എന്നിട്ടാണ് കർത്താവിനെ ക്രൂശിൽ തറച്ചത്. അപ്പൊ അത്രത്തോളം കഷ്ടത അനുഭവിച്ച്, അത്രത്തോളം പീഡകൾ അനുഭവിച്ച് ആ മരണം എന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു ശിക്ഷയായിരുന്നു കർത്താവിന്റെ മേൽ വന്നത്. അതാ പറഞ്ഞ മരണത്തോളം എന്ന് പറഞ്ഞിട്ട് ഇവിടെ എന്താ എഴുതി വെച്ച്, ക്രൂശില മരണത്തോളം അത്രത്തോളം തന്നെത്താൻ താഴ്ത്തി. ക്രൂശിൽ കിടക്കുമ്പോൾ നമുക്കറിയാം ആൾക്കാർ പരിഹസിക്കുകയും അതുവഴി പോകുന്നവരൊക്കെ എന്തെല്ലാം പറഞ്ഞപ്പോഴും കർത്താവ് അവിടെ മിണ്ടാതിരിക്കുക അന്നേരം. എന്നുവെച്ചാൽ അത്രത്തോളം താഴ്മ കർത്താവ് ചെയ്ത് അതാണ് ക്രിസ്തുവിന്റെ മനസ്സ്. ഹാലേലൂയ. നമ്മളെയൊക്കെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അറിയാം, ഈ ക്രിസ്തുവിന്റെ മനസ്സൊക്കെ നമ്മൾ അത്തരത്തൊക്കെ എടുത്തങ്ങോട്ട് മാറ്റി വെക്കും. പിന്നെ നമ്മുടെ മനസ്സങ്ങോട്ട് നമ്മളങ്ങ് ഫിറ്റ് ചെയ്യും അല്ലേ? അങ്ങനെയല്ലേ സാധാരണ. ഞാൻ ഉൾപ്പെടെയുള്ള കാര്യം ഞാനീ പറഞ്ഞത്. കാരണം നമ്മളെയൊക്കെ ആരിലൊക്കെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെറുതെ ഇരിക്കത്തില്ല കണക്ക് അത്രത്തോളം നമ്മളാരും എത്തിയിട്ടില്ല. അത് എത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ന് നമുക്ക് ഇന്നലെ ഈ ഒരു വാക്കാണ് എന്റെ മനസ്സിലേക്ക് ദൈവം തന്നത്. ക്രിസ്തുവിന്റെ നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാകും. അപ്പൊ നമ്മൾ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാണോ അല്ലയോ എന്ന് ഓരോ ദിവസവും നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മളതിനെ കുറിച്ച് ചിന്തിക്കണം.
ഹല്ലേലൂയ. ആമേൻ. ഇവിടെ പറയുന്ന ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാകുന്നു. അപ്പൊ കർത്താവിന്റെ മനസ്സ് നമുക്കറിയാമേ, താഴ്ത്തി, തന്നെത്താൻ താഴ്ത്തി, ഹല്ലേലൂയ. ആമേൻ. ക്രൂശിലെ മരണത്തോളം താഴ്ത്തി എന്ന് പറയുമ്പോ അത് ആ താഴ്മ, ഹല്ലേലൂയ. ആമേൻ. കർത്താവിന്റെ മനസ്സ് നമ്മൾ പറഞ്ഞ ദൈവത്തിന്റെ മനസ്സലും അതുപോലെ തന്നെ. ഹല്ലേലൂയ. നമുക്കറിയാം നെയ്യും പട്ടണത്തിലെ വിധവയുടെ ഹല്ലേലൂയ മകനെ മഞ്ചം വരുന്ന കണ്ടിട്ട് ആരെങ്കിലും വന്ന് പറഞ്ഞോ, അവക്ക് ഒരു മകനേ ഉള്ളൂ, മരിച്ചു പോയി, ഒന്ന് പ്രാർത്ഥിക്കണേ, ഒന്ന് രക്ഷിക്കണേ എന്ന് പറഞ്ഞായിരുന്നോ? ഇല്ല. നമ്മുടെയൊക്കെ ചിന്ത എന്താ? അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവര് പറഞ്ഞില്ലല്ലോ സിസ്റ്റർ, പറഞ്ഞാലല്ലേ നമുക്ക് അറിയത്തുള്ളൂ, അല്ലേ? പറയാതെ എങ്ങനെ നമ്മൾ പ്രവർത്തിക്കുന്നത്? ഇങ്ങനെയൊക്കെ നമ്മൾ പറയുന്നു എക്സ്ക്യൂസുകൾ, ആണോ? ഹല്ലേലൂയ. ഒരാളുടെ കഷ്ടത, ഒരാളുടെ ബുദ്ധിമുട്ട്, ഒരാളുടെ കണ്ണുനീര്, ഹല്ലേലൂയ. ആമേൻ. ഒരാളുടെ പ്രാർത്ഥന, ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ എന്താ പറയാ, നമ്മളോട് അവരെ ഒന്ന് പറഞ്ഞിട്ടല്ല നമ്മൾ പ്രവർത്തിക്കേണ്ടത്. ക്രിസ്തുവിന്റെ മനസ്സ്, ഹല്ലേലൂയ, അതെന്താണെന്ന് വെച്ചാൽ മനസ്സ് അലിയുന്ന മനസ്സാ അത്. ഒരാളുടെ വേദന കാണുമ്പോൾ, ഹല്ലേലൂയ, ഒരാളുടെ പ്രയാസം കാണുമ്പോൾ അത് മനസ്സിലാക്കി, ഹല്ലേലൂയ, അവരോട് മനസ്സ് അലിയുന്നതാണ്, ഹല്ലേലൂയ. നമ്മൾ അവൻ ചോദിച്ചു കൊടുക്കുന്ന വലിയ ശ്രേഷ്ഠതയൊന്നുമല്ല, പക്ഷെ അറിഞ്ഞു ചെയ്യുന്നതാണ് ശ്രേഷ്ഠത. ഓരോ കാര്യത്തിലും ഞാൻ പറയും, ഇപ്പം ആരും സാമ്പത്തികമായി സഹായിക്കുന്ന കാര്യമല്ല, ഇവിടെ കർത്താവ് സാമ്പത്തികമായിട്ടൊന്നുമല്ല സഹായിച്ചത്. അവർക്ക് എന്തായിരുന്നോ അവരുടെ വിഷമം, എന്തായിരുന്നു അവരുടെ സങ്കടം, ആ സങ്കടത്തിന് ഒരു പരിഹാരമാണ് കർത്താവ് കൊടുത്തത്. ആമേ. ചിലപ്പോ അവരെ ഒന്ന് ഒരു നല്ല വാക്ക് പറഞ്ഞ് ആശ്വസിപ്പിക്കാനായിരിക്കും, ചിലപ്പോ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിരിക്കും, ചിലപ്പോ അവരെ വിടുവിക്കാനായിരിക്കും നമ്മളെ ദൈവാക്കില്. അപ്പൊ നമ്മുടെ അടുത്ത് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പ്രാർത്ഥിച്ചത്, അവരൊന്നും പറഞ്ഞില്ലല്ലോ, നമ്മൾ ഒന്നും മിണ്ടിയില്ലല്ലോ. ഇതൊക്കെയാ നമ്മൾ പറയുന്നത്. ഹല്ലേലൂയ. കർത്താവിന്റെ മനസ്സുള്ളവരാണോ നമ്മൾ? ആണ്. ഇന്നലെ ഈ വചനഭാഗം ഞാൻ ധ്യാനിച്ചപ്പോൾ ഞാനൊക്കെ ഓർത്തത്, ദൈവമേ, കർത്താവിന്റെ മനസ്സൊക്കെ ആകണമെങ്കിൽ നമ്മളാണെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നെങ്കിലും നമ്മൾ അങ്ങനെയൊന്നും ആയിട്ടില്ല ഇപ്പോഴും. നമ്മുടെ മാനുഷികമായ മനസ്സും മാനുഷികമായ ബുദ്ധിയും മാനുഷികമായ ചിന്തയിലും നമ്മൾ ഇന്ന് പലപ്പോഴും പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ. ഒരാളുടെ സങ്കടം, ഹല്ലേലൂയ, അതിന്റെ വേദന എത്രയാണെന്ന്, ഹൃദയത്തിലെ വേദന എത്രയാണെന്ന്, ഹല്ലേലൂയ, നമുക്ക് ഗ്രഹിച്ചറിയണമെങ്കിൽ, ഇന്നലെ ഞാൻ പറഞ്ഞാൽ നമ്മൾ ചിന്തിച്ച വചനഭാഗത്തിലേക്ക് വന്നാൽ നമുക്ക് മനസ്സിലായി. നമ്മളിന്ന് ചിന്തിച്ച വചനം എന്തായിരുന്നു? ഒരപ്പത്തിന്റെ അംശികളാണ് നമ്മൾ. ഹല്ലേലൂയ. അപ്പൊ ഈ ഒരപ്പത്തിന്റെ അംശികളാന്ന് പറയുമ്പോൾ നമുക്കറിയാം കർത്താവ് യേശുക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയെ നമ്മൾ ഓരോരുത്തർ ശരീരത്തിൽ അവയവങ്ങളാണ്. ഒരു ശരീരത്തിന്റെ അവയവത്തിന് ഞാൻ ഒരു കുഞ്ഞു വിരലിന്റെ അറ്റം ഒന്ന് മുറിഞ്ഞാൽ നമുക്ക് ശരീരം മുഴുവൻ വേദനിക്കും, അല്ലേ? ഉടനെ നമ്മുടെ തലച്ചോറിലേക്ക് നമുക്ക് ആ വേദന ഭയങ്കര സംഭവമായിട്ട് നമ്മൾ ഇരിക്കും. ഞാൻ പറയും, ഇതേ ഇതേ ഫീൽ എന്തുകൊണ്ട് നമ്മുടെ സഭയാം ശരീരത്തിന് ഹാലയിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നില്ല? പണ്ട് പറഞ്ഞ കണക്ക് നോർത്ത് ഇന്ത്യയില് ദേവദാസന്മാര് തല്ലുകൊള്ളുന്നു, അടി കൊള്ളുന്നു, അവരെ വെട്ടുന്നു, കൊല്ലുന്നു, ജയിലിലടയ്ക്കുന്നു. അതങ്ങനെ നോർത്ത് ഇന്ത്യയിലല്ലേ, നമ്മുടെ കേരളത്തിലല്ലല്ലോ എന്ന് പറയുന്നതാണ്. കേരളത്തിലാണെങ്കിലോ അത് ആ സഭയിലല്ലേ, നമ്മുടെ സഭയിലല്ലേ. ഹല്ലേലൂയ. അതങ്ങ് ആ പട്ടണത്തിലല്ലേ, നമ്മുടെ സ്ഥലത്തല്ലല്ലോ. ഇതൊക്കെ നമ്മുടെ ചിന്ത. ഹല്ലേലൂയ. പക്ഷെ ഇവിടെയൊക്കെ എവിടെ ക്രിസ്തുവിന്റെ വെളിപ്പാട് ഇവിടെ പോകും, സഭയുടെ വെളിപ്പാട് ഇവിടെ പോകും. ഇവിടെ നമ്മുടെ സാറാമ്മ സിസ്റ്ററൊക്കെ മിക്കവാറും ഈ പീഡ അനുഭവിക്കുന്ന, ജയിലിൽ കിടക്കുന്നവരൊക്കെ ലിസ്റ്റൊക്കെ കൊണ്ടുവച്ച് പ്രാർത്ഥിക്കുന്നതൊക്കെ. ഹല്ലേലൂയ. കാരണം അവിടെ ഇന്ന സംഭവങ്ങൾ നടക്കുമ്പോഴൊക്കെ അത് എന്തുകൊണ്ടാ അതൊക്കെ അന്വേഷിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് വെച്ചാൽ, നമ്മുടെ സഭ ആകുന്ന ശരീരമാകുന്ന നമുക്ക് അവർക്ക് തല്ലുകൊള്ളുമ്പോൾ, അവര് അടി കൊള്ളുമ്പോൾ, അവർ പീഡ ഏൽക്കുമ്പോൾ നമുക്ക് കൂടെയാണ് വേദനിക്കുന്നത് തോന്നുന്നുള്ളവരത് പ്രാർത്ഥിക്കും. സാധാരണ എല്ലാവർക്കും ഇപ്പം ഞാനും എന്റെ കുടുംബം, മാക്സിമം എന്റെ സഭ, ബന്ധുക്കള്, ചർച്ചക്കാര്, ഇത്രയൊക്കെ ഉള്ളു. ഹല്ലേലൂയ. ആമേൻ. ലോകത്തിന്റെ യേശുക്രിസ്തു ശരീരമാകുന്ന സഭ ഒരൊറ്റ സഭയേ ഉള്ളൂ. അത് ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയും. ലോകമെമ്പാടുമുള്ള സഭ അതിനകത്തുള്ളൂ. IPC എന്നോ ചർച്ച് ഓഫ് ഗോഡ് എന്നോ ഷാരോണെന്നോ, ഹല്ലേലൂയ, ആമേൻ, സഭ ഇൻഡിപെൻഡന്റ് ചർച്ച് എന്നോ ഒന്നും വ്യത്യാസമില്ല. ആമേൻ. അതെല്ലാം ഒരൊറ്റ സഭയാണ് അത്. ഹല്ലേലൂയ. ആ ഒരു എവിടെ അടികൊണ്ട് അതങ്ങ് ആഫ്രിക്കയിലല്ലേ ഇപ്പൊ ഇടയ്ക്ക് ദുരന്ത ആൾക്കാരെ ഇതാക്കിയ, അതങ്ങ് ആഫ്രിക്കയിലല്ലേ. നമുക്കെന്താ? അതങ്ങ് കറുത്ത ആൾക്കാരല്ലേ, നമുക്കെന്താ? എന്നൊക്കെ ചിന്തിക്കുന്ന ചിന്തകൾ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, ഹല്ലേലൂയ, അങ്ങനെയൊക്കെ നമ്മൾ അതിനെ ഇഗ്നോർ ചെയ്ത് കളയുന്നെങ്കിൽ, ഒരു ഉണർവ് മറ്റൊരിടത്ത് ഉണർവ് നടക്കുമ്പോൾ, ഹല്ലേലൂയ, ഈ ഇടയ്ക്ക് കഴിഞ്ഞ ദിവസം എനിക്ക് ഡോക്ടർ ജെയിംസ് ഇങ്ങനെ ഒരു ആഫ്രിക്കയില് 30,000 പേര് കൂടി ഒരു മീറ്റിംഗിന്റെ ഒരു ക്ലിപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പം ഒരിടത്ത് പീഡ ഒരിടത്ത് അത്. അപ്പൊ ഈ 30,000 ആൾക്കാർ കൂടി ആ മീറ്റിംഗിന്റെ ഒരു വീഡിയോ ഷോർട്സ് ഇട്ടപ്പോ എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി.
കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഇവിടെ അങ്ങനെ നടക്കുന്നില്ല. അത്രയും നടക്കുന്ന കാണുമ്പോൾ നമുക്ക് സന്തോഷം. പണ്ട് അദ്ദേഹം പാകിസ്ഥാനിൽ പോയി ശുശ്രൂഷ സമയത്ത് 2 ലക്ഷം ആൾക്കാരായിരുന്നു അന്ന് മീറ്റിങ്ങിന് കൂടിയത്. അതിൽ 40,000 പേര് അന്ന് രക്ഷിക്കപ്പെടുകയും ചെയ്തു. ഹല്ലേലൂയ. അപ്പൊ 2 ലക്ഷം ആൾക്കാർ ഒരു മീറ്റിങ്ങിനൊക്കെ കൂടുന്ന മീറ്റിംഗ് എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ. നമുക്കത് കാണാം. നമുക്ക് ആർക്കും ഇവിടെ നിന്ന് കാണാൻ പോലും ഭാഗ്യം. അപ്പൊ അത് കാണാൻ ഭയങ്കര സന്തോഷം. എവിടെ നിന്ന് വരുന്ന ഈ സന്തോഷം എന്ന് ചോദിച്ചാൽ നമ്മുടെ ഉള്ളത്തിൽ അത് നമ്മളെ ഹല്ലേലൂയ ശരീരത്തിന്റെ ഭാഗമാണെന്ന് അറിയുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന സന്തോഷം. ഹല്ലേലൂയ. ഇത് നമുക്കുണ്ടോ? ഓരോ സമയം ഓരോ കാര്യങ്ങൾ കാണാൻ നമുക്ക് സങ്കടം വരുന്നുണ്ടോ, സന്തോഷം വരുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം. എന്തുകൊണ്ടാണ് വരുന്നില്ലെങ്കിൽ ഒന്നും വരുന്ന ആരൊക്കെ എവിടെ സംഭവിച്ചാലും എനിക്കൊരു വ്യത്യാസമില്ല. ഇരിക്കുന്നെങ്കിൽ നമ്മൾ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരല്ല. നമ്മൾ ഇരിക്കുന്ന ആത്മാവ് ഏതാണെന്ന് നമ്മൾ ഒന്നും കൂടെ ഒന്ന് പരിശോധിച്ച് നോക്കണം. സഭയിൽ പോയത് കൊണ്ട് അന്യഭാഷ പറഞ്ഞത് കൊണ്ടോ നമ്മൾ ഹാലയിലെ പരിശുദ്ധാത്മാവാണ് നമ്മളിൽ നിന്നിരിക്കുന്ന ആരും ചിന്തിക്കരുത്. ഹാലയിലെ അന്യഭാഷ പരിശുദ്ധാത്മാവിനെ കണ്ട് നന്നായിട്ട് പിശാച് ദുരാത്മാവ് പറയും. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് ആ പറയുമ്പോ നമ്മൾ നമ്മുടെ സ്വഭാവത്തിൽ ക്രിസ്തുവിന്റെ മനസ്സ് നമുക്ക് വന്നില്ല എങ്കിൽ നമ്മളിരിക്കുന്ന ആത്മാവ് ഏതാണെന്ന് നമ്മൾ ഇടയ്ക്ക് പരിശോധിച്ച് നോക്കണം. ഹാലയില് നമ്മൾ ഓരോ മറ്റൊരിടത്ത് പറഞ്ഞത് ഹാലയിൽ എന്താ പറയാ, ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ ഇരിക്കുന്നെങ്കിൽ, നമ്മൾ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാണെങ്കിൽ നമ്മളുടെ ഫലം എന്തായിരിക്കും എന്നറിയാവോ? എന്തായിരിക്കും ഫലം? ഫ്രൂട്ട് ഓഫ് ദി സ്പിരിറ്റാ പുറത്തു വരുന്നത്. അതിനകത്ത് പറയുന്നത് എന്തൊക്കെയാ? സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, ഇന്ദ്രിയജയം, വിശ്വസ്തത, ഇതെല്ലാം അതിനകത്തുണ്ട്. ഇതൊക്കെ നമ്മൾ ഉണ്ടോ എന്ന് നോക്കണം. അതുപോലെ നമ്മുടെ യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 47 അധ്യായമാണ് മറ്റേ ഞാൻ പറയുന്നത്. അവിടെ ഒരു വാക്ക് ഇന്നലെ ഹൃദയത്തുടക്കുന്നത് 47 അധ്യായത്തിന്റെ 12 വാക്യം ഒന്ന് വായിച്ച സിസ്റ്ററെ. നദീതീരത്ത് ഇക്കരെയും അക്കരെയും തിന്മാൻ തക്ക ഫലമുള്ള സകലവിധ വൃക്ഷങ്ങളും വളരും. അവയുടെ ഇല വാടുകയില്ല, ഫലമില്ലാതെ പോകുകയുമില്ല. സ്തോത്രം. ഹല്ലേലൂയ. ആ നദി ചെല്ലുന്നിടത്തെ പ്രത്യേകത ഏത് നദിയാന്നറിയാവോ? പരിശുദ്ധാത്മാവ് നദി ഒഴുകി ചെല്ലുന്നിടത്തെ പ്രത്യേകത. ഇവിടെ പറയുന്ന ആലയത്തിൽ നിന്ന് പുറപ്പെട്ട നദി, അത് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നുണ്ട്. അപ്പൊ ഈ പറയുന്നത് എന്താ? അതിന്റെ 2 സൈഡ് പറയുന്നത്, നദീ ഇക്കരെയും അക്കരെയും തിന്മാൻ തക്ക ഫലമുള്ള സകല വൃക്ഷങ്ങളും വളരും, അവയുടെ ഇല വാടുകയില്ല, ഫലമില്ലാതെ പോവുകയുമില്ല. ഹല്ലേലൂയ. അപ്പൊ നദി ഒഴുകി ചെല്ലുന്നിടത്ത് നിൽക്കുന്ന വൃക്ഷത്തെ കുറിച്ച് പറയുമ്പോൾ ഈ പരിശുദ്ധാത്മാവാകുന്ന നദി നമ്മൾ ഒഴുകുകയാണെങ്കിൽ അവിടുത്തെ പ്രത്യേകത ഇല വാടുകയില്ല, ഫലമില്ലാതെ പോവുകയുമില്ല. ഹാലേലുയ. അപ്പൊ നമ്മൾ ഇന്ന് ഭയങ്കര ഇതായിട്ട് നിന്ന് നാളെ വാടിപ്പോകുന്നു. ഹാലേലുയ. അല്ലെങ്കിൽ നമ്മൾ ഇന്ന് ഫലം ഉണ്ടായിരുന്നു, നാളെ ഫലം ഇല്ല. കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ ഫലമൊക്കെ എവിടെയോ പോകുന്നു. അങ്ങനെ വരുത്തില്ല. അതിന്റെ ഇല വാടുകയില്ല, ഫലമില്ലാതെ പോകൽ. ഏത് ഫലമാണ്? ഹാലേലൂയ. നമുക്കറിയാം ആ ഫലം എന്താ പ്രത്യേകത എന്നറിയാം. നമുക്ക് പരിശുദ്ധാത്മാവിന്റെ നദി നമ്മൾ ഒഴുകിക്കൊണ്ടിരുന്നാൽ, പരിശുദ്ധാത്മ നമ്മളുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഫലമില്ലാത്തൊരാകത്തിലും തന്നെ വിശ്വസിക്കേണ്ടുന്നത്. അപ്പൊ നമ്മൾ ഈ ഫലം ഇല്ലെങ്കിൽ നമ്മൾ പരിശുദ്ധാത്മാവിന്റെ നദിയല്ല നമ്മൾ ഒഴുകുന്നത്. ആ നദി മാറിയിട്ട് മറ്റെന്തൊക്കെ പണ്ട് ഞാൻ പറഞ്ഞില്ല, ഒരിക്കൽ ദൈവം എന്നോട് 2017 കർത്താവിനെ പലരെയും നമ്മൾ ഇന്ന് കത്തിക്കൊണ്ട് നിൽക്കുന്ന പല ഈ കേരളത്തിലെ വലിയ ഫേമസ്, നമുക്കായിരിക്കും അധികം ആൾക്കാരൊന്നും അറിയുന്നത്, പക്ഷെ അന്ന് അറിയുന്നവരൊക്കെ വെച്ച് ദൈവം എനിക്ക് കാണിച്ചു തന്നിട്ട് പറഞ്ഞു, അവർ ഓരോരുത്തരെയും കാണിച്ചു തന്നിട്ട് പറഞ്ഞു, ഇവരിൽ ഇപ്പോൾ ഉള്ളത്, ഇവരെ നടത്തുന്ന ഇപ്പൊ ഞാനല്ല. ദൈവം കൃത്യമായിട്ട് എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ ചതന്ത കർത്ത ഇവര് ഭയങ്കര ശുശ്രൂഷകരല്ലേ, അവർ അങ്ങനെ ചെയ്തിട്ടില്ല, ഇങ്ങനെ ചെയ്തിട്ടില്ലേ. കാരണം നമ്മൾ പഴയ വീഡിയോ ഒക്കെ കണ്ടിട്ട് നമുക്ക് അതല്ലേ ഉള്ളൂ. ഞാൻ 2010 ഇപ്പൊ 10 വർഷമാകാൻ പോകുന്ന വിശ്വാസം എന്നാലും ഒന്ന് ആലോചിച്ച്, കർത്താവെ 10 വർഷമാകാൻ 2016 വിശ്വാസത്തിൽ വന്ന മെയ് 5-ാം തീയതിയാണ് 2026 മെയ് 5, 10 വർഷം ഞാൻ എന്ത് ചെയ്തു എന്ന് ഞാനിങ്ങനെ ഇരുന്നിട്ട് കർത്താവിനോട് ചോദിക്കണ്ടേ. അപ്പൊ അന്ന് ദൈവം എനിക്ക് 2017 കാണിച്ചു തന്ന ഹാലയിൽ. അപ്പൊ എന്നോട് ഇവരിൽ വിളിക്കുന്നത് ഇപ്പോൾ നടത്തുന്നത് ഞാനല്ല, ഞാൻ അവരിന്ന് മാറിയെന്ന് ഇവർ അറിഞ്ഞിട്ടില്ല. കാരണം എന്താ? അവര് വന്ന പ്രൈഡ്, ഹാലേലിയ, അവർ വന്ന ദ്രവ്യാഗ്രഹം, ഹാലേലിയ, ഇതൊക്കെ അവർക്ക് സമ്പത്ത് ഉണ്ടാക്കണമെന്ന ചിന്ത, ഹാലേലിയ, അഹങ്കാരവും നെകളും ഒക്കെ വന്നപ്പോഴത്തേന് അവര് പോലും അറിയുന്നില്ല ദൈവാത്മാ അവരിത് മാറി നിൽക്കുകയാണ്. അത് പണ്ട് നമ്മുടെ എനിക്കൊന്ന് ആരും ഒരു ദേവദാസൻ പറഞ്ഞ പോലെ, ഹാലേലിയ, ഇന്ന് സഭയിലൊന്നും പരിശുദ്ധാത്മാവില്ല. കർത്താവ് എന്നറിയുന്നത്. അപ്പോ ഒരാളെ സഭയിൽ നിന്ന് പുറത്താക്കിയപ്പോ പുള്ളി വിഷമിച്ച് പുറത്തിറങ്ങിയപ്പോ കർത്താവിനോട് ആളൊന്ന് വിഷമിച്ച്, കർത്താവ് നീ എന്തിനാ കരയുന്നത് ചോദിച്ചപ്പോ പറഞ്ഞു, എന്നെ ഇവിടുന്ന് പുറത്താക്കിയത്. അപ്പൊ കർത്താവ്, ഞാൻ എന്നെ പുറത്താ, പിന്നെ നീ എന്തിനാ കരയുന്നത്? അല്ലെങ്കിൽ അതുപോലെ കർത്താവ് ഇന്ന് പലപ്പോഴും പുറത്താ.
അല്ലെ സഭയിൽ ഹാലേലിയ അങ്ങനെ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് അത് പക്ഷെ അന്ത്യകാലത്തിന്റെ ലക്ഷണം തന്നെ അത് പക്ഷെ എന്നാലും നമ്മളത് കണ്ട് മനസ്സ് അറിയണം കർത്താവിന് പരിശുദ്ധാത്മ നദി ഒഴുകി ചെല്ലുന്നിടത്ത് ഇല്ല വാടത്തിൽ അവരുടെ തീഷ്ണത ഒരിക്കലും കുറയത്തില്ല, അവരുടെ ദൈവത്തിലുള്ള സ്നേഹം കുറയത്തില്ല, അവർ ഫലമില്ലാതെ പോകത്തില്ല. കർത്താവ് കണ്ട അത്തിയെ പോലെ അല്ല ആയിരിക്കരുത് നമ്മൾ ഓരോരുത്തരും. കർത്താവ് കണ്ട അത്തിക്കല്ല പ്രത്യേകത, ഇലയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ കായില്ലായിരുന്നു. പലപ്പോഴും പ്രകടനമുണ്ട് പക്ഷെ ഫലമില്ല. പ്രകടനമുണ്ട്, ഫലമില്ലെങ്കിൽ നമ്മൾ കർത്താവിന്റെ മനസ്സുള്ളവർ അല്ല എന്ന് വെച്ചാൽ ദൈവത്തിന്റെ ആത്മാവ് നടത്തുന്നവരല്ല. ഹാലേലൂയ, ആമേൻ. 2 കൊരിന്ത്യർ 10 നമ്മൾ വായിച്ച ഭാഗത്തേക്ക് 10 തുടങ്ങി 16 വരെ വായിച്ച സിസ്റ്റർ, 16 മാത്രം നമ്മൾ വായിച്ചത്. 1 കൊരിന്ത്യർ തന്നെ 2:10 തുടങ്ങി 16. Korinthയർ 2:10 നമ്മള് 16 വാക്യം വായിച്ചത് കുറിവാക്യായിട്ട്, അതിനെ 10 തുടങ്ങിയിട്ടൊന്ന് വായിച്ചേ. നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായുന്നു. മനുഷ്യരിലുള്ളത് അവരിലെ മനുഷ്യാത്മാവല്ലാതെ മനുഷ്യരിൽ ആരറിയും? അവിടുന്ന് തന്നെ ദൈവത്തിലുള്ളത് ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല. നാമോ ലോകത്തിന്റെ ആത്മാവിനെ അല്ല, ദൈവം നമുക്ക് നൽകിയത് അറിവാനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. അത് ഞങ്ങൾ മനുഷ്യജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളാലല്ല, ആത്മാവുപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്താവിച്ചുകൊണ്ട് ആത്മീയന്മാർക്ക് ആത്മീയമായത് തെളിയിക്കുന്നു. എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അതവന് പോഷത്വമാകുന്നു. ആത്മീയമായി വിവേചിക്കേണ്ടതാകയാൽ അതവന് ഗ്രഹിപ്പാൻ കഴിയുന്നതുമല്ല. ആത്മീയനോ സകലത്തെയും വിവേചിക്കുന്നു, താൻ ആരാലും വിവേചിക്കപ്പെടുന്നതുമില്ല. കർത്താവിന്റെ മനസ്സറിഞ്ഞവനെ ഗ്രഹിപ്പിക്കാവുന്നവനാർ? നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവർ ആകുന്നു. സ്തോത്രം. ഇവിടെ പറയുന്നേ ദൈവത്തിന്റെ ആത്മാവ് നമ്മളുടെ സകലത്തെയും ദൈവത്തെ ആഴങ്ങളെ ആരായിരുന്നു. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് ഒന്നും മറച്ചു വെക്കത്തില്ല. അവൻ ഡിവൈൻ വിസ്റ്റം നമുക്ക് തരുന്നു. പരിശുദ്ധാത്മാവിലൂടെ നമ്മൾ പ്രാപിച്ചെടുക്കുന്നതാണ് അത്. പരിശുദ്ധാത്മാവ് ഉള്ളവർക്ക് ദൈവം എപ്പോഴും എന്താ കൊടുക്കുന്നത് വെച്ചാൽ ലോകത്തിന്റെ ജ്ഞാനമല്ല, ലോകത്തിന്റെ പരിജ്ഞാനമല്ല. ദൈവത്തിന് ദൈവത്തിൽ എന്താണത്, ദൈവത്തിന്റെ മനസ്സെന്താന്ന് അതുപോലെ ഓരോ കാര്യങ്ങളാണ്. ഇപ്പൊ മറ്റിവിടെ പറഞ്ഞു തുടങ്ങുന്ന തന്നെ നമുക്കോ ദൈവം തന്നെ ആത്മാവിനാൽ വെളിപ്പെടുത്തുക. അതിന് തൊട്ടു പറയും ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ട് കണ്ണ് കണ്ടിട്ട് കാത് കേട്ടിട്ട് മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലെന്ന് എഴുതിയിരിക്കുന്ന പോലെ തന്നെ പക്ഷെ നമുക്ക് അത് അറിയാം. സ്തോത്രം. നമ്മൾ ഇന്ന് ഇരിക്കുന്ന അവസ്ഥ എന്താണെങ്കിലും നമ്മൾ അവിടെ എല്ലാം പ്രത്യാശയോടെ ഇരിക്കുന്നതിന്റെ കാര്യം ദൈവത്തിന്റെ മനസ്സ് നമുക്ക് അറിയാവുന്നത് കൊണ്ടാ. അത് നമ്മളെ ഗ്രഹിപ്പിച്ചു തരുന്ന ആരാന്നറിയാം? പരിശുദ്ധാത്മാ നമ്മളെ ഗ്രഹിപ്പിച്ചു തരുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന ചില അനർത്ഥങ്ങൾ പോലും ചില ആക്സിഡന്റുകൾ, ചില കാര്യങ്ങൾ ചില ശത്രുവിന്റെ പദം, ഇതൊക്കെ ദൈവം നമുക്ക് വെളിപ്പെടുത്തുന്നത് ആരുടെയാ? പരിശുദ്ധാത്മാവിനെ വെളിപ്പെടുത്തുന്നത്. അതുപോലെ തന്നെയാണ് നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ആഗ്രഹങ്ങൾ ആരെ വെളിപ്പെടുത്തുന്നത്? പരിശുദ്ധാത്മാ വെളിപ്പെടുത്തി തരുന്നത്. അപ്പൊ അതെല്ലാം ദൈവത്തിന്റെ ആത്മാവ് അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ ഇതൊക്കെ ഗ്രഹിപ്പിക്കണമെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ മനസ്സുള്ളവരാകണം. കർത്താവ് യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷ ജീവിതം നമ്മൾ നോക്കിയാൽ കർത്താവ് യേശു ക്രിസ്തു എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ എന്റെ ഇഷ്ടമല്ല, സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടമാണത്. ഞാൻ തനിയെ സംസാരിക്കുന്നില്ല, പിതാവ് എന്നിലൂടെ സംസാരിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ തനിയെ ഒന്നും ചെയ്യുന്നില്ല. ഇതെന്താ പറയുക? ദൈവത്തിന്റെ ഇഷ്ടം. അതുപോലെ തന്നെയാണ് പരിശുദ്ധാത്മ നമ്മളെ നമ്മുടെ ഉള്ളിലിരിക്കുമ്പോൾ നമ്മളെ ലീഡ് ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ഇഷ്ടമല്ല. നമ്മുടെ ഇഷ്ടമെന്ന് വെച്ചാൽ മാനുഷിക ഇഷ്ടങ്ങളും ഈ ലോകത്തിന്റെ ഇഷ്ടങ്ങളുമാണ്. പക്ഷെ ദൈവത്തിന്റെ ഇഷ്ടം ഇതൊന്നുമല്ല. ദൈവത്തിന്റെ മനസ്സുള്ളവർ ഈ ലോകത്തിന്റെ ഇഷ്ടം ചെയ്യാനുള്ളവരല്ല. പണ്ട് നമ്മുടെ നാട്ടിൽ ചൊല്ലുണ്ട്, നാട് ഓടുമ്പോ നടുവേ ഓടണമെന്ന്. പക്ഷെ അത് ദൈവമക്കൾക്ക് ഇല്ല. പലരും പറയും, കൊച്ചുങ്ങളൊക്കെ പറയും, എന്റെ ഫ്രണ്ട്സ് അങ്ങനെയാണ്, അവരിങ്ങനെയാണ്, ഇവരെങ്ങനെയാ. അവരങ്ങനെ ആയിക്കോട്ടെ, നീ അങ്ങനെ അല്ല. ഹല്ലേലൂയ. അവര് പോകുന്നുണ്ട്. അപ്പൊ നമുക്കാണെങ്കിലും ചിലപ്പോ നമ്മുടെ അപ്പുറത്തെ വീട്ടുകാരെങ്ങനെ, ഇപ്പുറത്തെ വീട്ടുകാരെങ്ങനെയാ, അവരങ്ങനെ ആയിക്കോട്ടെ, പക്ഷെ നീ അങ്ങനെയുള്ളവളല്ല. ഇത് നമ്മൾ ഓരോ സമയത്തും തിരിച്ചറിയണം. നിന്റെ സഹോദരങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, പക്ഷെ നിന്റെ സഹോദരങ്ങൾ അങ്ങനെ ആയിക്കോട്ടെ, പക്ഷെ നീ അങ്ങനെ അല്ല. ദൈവാത്മാ നമ്മൾ എപ്പോഴും ഹാലേലിയ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് പറയുകയും നമ്മൾ ഉണർത്തുകയും നമ്മളോട് ഹാലേലിയ സംസാരിക്കുകയും നമ്മളെ ലീഡ് ചെയ്യുകയും ഗൈഡ് ചെയ്യുകയും ചെയ്യുന്നത് എപ്പോഴും ദൈവത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ചാ.
ഒരു പാട്ടുകാരൻ പറഞ്ഞ ദൈവേഷ്ടം ചെയ്ത് വാക്തത്വം പ്രാപിപ്പാൻ. അതുപോലെ നമ്മുടെ ഇവിടെ വചനത്തിൽ പറഞ്ഞ ദൈവേഷ്ടം ചെയ്ത് വാക്തത്വം പ്രാപിക്കണം. ദൈവത്തിന് ഇഷ്ടം ചെയ്തിട്ട് വാക്തത്വം പ്രാപിക്കും. ഇന്ന് പലരും വാക്തത്വം കേട്ടിട്ട് എന്തുകൊണ്ട് അത് പ്രാപിക്കാൻ കഴിയുന്നില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മ ദൈവത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ചല്ല നമ്മൾ പോകുന്നത്. പ്രാർത്ഥിക്കുമ്പോൾ പറയും, കർത്താവേ എന്റെ ഹിതമൊന്നും വേണ്ട, നിന്റെ ഹിതം മതി. ഹല്ലേലൂയ. എന്റെ ഇഷ്ടമൊന്നും വേണ്ട, നിന്റെ ഇഷ്ടം മതി. ഇതൊക്കെ നമ്മൾ പറയും, പ്രാർത്ഥിക്കും, നമ്മൾ വായ കൊണ്ട് പറയും. പക്ഷെ നമ്മുടെ പ്രവൃത്തി കൊണ്ട് പലപ്പോഴും നമ്മൾ ദൈവത്തിന്റെ ഇഷ്ടമല്ല ചെയ്യുന്നത്. ഇവിടെ തന്നെ ദൈവത്തിന്റെ ദൈവത്തിന്റെ മനസ്സുള്ളവരായിട്ട് നമുക്ക് വരുന്ന ഡിവൈൻ വിസ്റ്റമാണ് വരുന്നത്. അത് ആരിലൂടെ വരുന്ന? പരിശുദ്ധാത്മാവിലൂടെ വരുന്നത്. മറ്റുള്ളവർ കാണുന്നതല്ല നമ്മൾ കാണുന്നത്. ഹാലേലുയ. മറ്റുള്ളവർ പോലെ അല്ല നമ്മൾ സംസാരിക്കുന്നത്, അതുപോലെ അല്ല നമ്മൾ പോകുന്നത്. ഹാലേലിയ. കാരണം എന്താ? പലർക്കും തോന്നി ഇവിടെന്താ ഇങ്ങനെയെന്ന് ചോദിക്കും. എനിക്കിപ്പോഴും ഓർമ്മ വന്ന പണ്ട് ഇസ്മായിൽ പാസ്റ്റർ പറഞ്ഞ ടെസ്റ്റിമണി ഉണ്ടായിരുന്നു. അവരോട് കോളേജിൽ പഠിക്കാൻ ചെന്നൊരു പയ്യൊരു ബന്ധകോസ്തുകാരൻ, അവനെ വിളിച്ചിരുന്നത് അന്യഗ്രഹ ജീവി എന്ന്. കാരണം എന്താ അങ്ങനെ വിളിക്കാൻ കാരണം വെച്ചാൽ അവരെ പോലെ ഒന്നും അല്ല അവരുടെ കൂടെ ഹാലെ കൂട്ടുകൂടാൻ പോകുന്നില്ല, കളിക്കാൻ പോകുന്ന, സിനിമ കാണാൻ പോകുന്നില്ല, അവർ പോകുന്നിടത്ത് കറങ്ങാൻ പോകുന്നില്ല, ഒന്നും പോകുന്നില്ല. ഇവനെപ്പോഴും പ്രാർത്ഥന, പഠിപ്പ്, ഹാല ഇതൊക്കെയുള്ള. അപ്പൊ അതുകൊണ്ട് ഇവർ പറഞ്ഞ് ഇവൻ ഈ ലോകത്തിലെ മനുഷ്യനല്ല, ഇവൻ അന്യഗ്രഹത്തിൽ നിന്ന് വന്നത് ജീവിയാണെന്ന്. പക്ഷേ ആ പയ്യൻ ഹാലയിലിയ ഇസ്മായിൽ പാസ്റ്റർ അവരൊക്കെ രക്ഷയിലേക്ക് വരാനും ഇന്ന് പാസ്റ്ററായി പോകാനും കാരണം ഈ അന്യഗ്രഹ ജീവിയാ. ഹല്ലേലൂയ. കാരണം എന്താ? അവരെ പോലെ ഒരാളായിട്ട് അവിടെ ചെന്നപ്പോ ഞങ്ങളുടെ കൂട്ടുകാരൊക്കെ ഇങ്ങനെയല്ല, ഞാനും അങ്ങനെ ഒരാളായേക്കാം എന്ന് വിചാരിച്ചെങ്കിൽ അവരെക്കാട്ട് കൂടുതലായിട്ട് അവരുടെ കൂടെ മിങ്കിൾ ചെയ്തിരുന്നെങ്കിൽ ഒരിക്കലും ഇവരാരും ഹാലയിലെ കർത്താവിന്റെ വഴിയിലേക്ക് വരുത്തില്ലായിരുന്നു. എത്ര കുടുംബം അത് കാരണം രക്ഷപ്പെട്ടു, എത്ര കുടുംബം അത് കാരണം കർത്താവിന്റെ മാർഗം. അപ്പൊ അവരെ കണ്ടവര് പറഞ്ഞത് അന്യഗ്രഹ ജീവി എന്ന്. നമ്മളെ കാണുമ്പോ ആർക്കും ഒരു വ്യത്യാസം തോന്നുന്നില്ലെങ്കിൽ നമ്മൾ എന്തോ ശരിയായിട്ടല്ല ഇപ്പൊ പോകുന്നതെന്ന് തന്നെയാണ് കണക്ക്, അല്ലേ? നേരത്തെ ഇങ്ങനെ ആരാ ബോംബെയിലെ സെബാസ്റ്റ്യൻ ഫൈഫാന്ന് പറഞ്ഞു പറയാ, നമ്മൾ ഈ കമ്മൽ മാലയൊക്കെ ഊരിയുണ്ട് ഹാലിൽ. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സിസ്റ്റർ, നമ്മൾ ഈ ബസ് സ്റ്റോപ്പിലൊക്കെ നിൽക്കുമ്പോൾ ആൾക്കാരെല്ലാം നമ്മളെ കാണുമ്പോൾ ഇങ്ങനെ നോക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവരെന്താ ഇതൊന്നും ഇല്ലാതെ നിൽക്കുന്നത് വെച്ചാൽ എല്ലാവരും ഇങ്ങനെ ബോംബെയിലാണ് താമസിക്കുന്നത്, ഇങ്ങനെ തുറിച്ചു നോക്കുന്ന കാണാം. അത് കാണാൻ നമുക്കൊരു വിഷമം പോലെ. ഹാലേലിയ. അതൊരു അടയാളമാണ്. പക്ഷേ അത് ഊരിയവർക്ക് ഹാലേലിയ. കാരണം എന്താ? ആൾക്കാർ എന്താ ഇവരിതൊന്നും ഇല്ലാതെ നടക്കുന്നതെന്നൊക്കെ നോക്കും. പക്ഷേ ഹാലേലിയ ഇതിപ്പോ ഊരി എന്നിട്ട് അതുകൊണ്ട് അവർക്കൊരു അടയാളം അല്ലെ ഒരു വേർതിരിവും ചിലപ്പോൾ കണ്ടാൽ മനസ്സിലാകും. പക്ഷെ ഞാൻ ഇത് ഊരാതെ മറ്റുള്ളവർക്ക് നിങ്ങളെ കാണുമ്പോൾ ഇവർക്ക് എന്തോ ഒരു ഹാലേലിയ നമ്മളെ പോലെ അല്ലല്ലോ എന്ന് തോന്നലുണ്ടാകും. അത് അവരെ പോലെ ഒരാളാണെന്ന് തോന്നുന്നത്. അവരെ പോലെ ഒരാളാ തോന്നുന്നത് നമ്മുടെ ജീവിതം പരാജയമാണ്. ഹല്ലേലൂയ. ഓരോരുത്തർക്ക് കാണുമ്പോൾ നമ്മൾ അവരെ പോലെ അല്ല എന്ന്, അന്യഗ്രഹ ജീവി എന്ന് പറഞ്ഞ പോലെ ഇവര് നമ്മളെ പോലെ അല്ലല്ലോ. നമ്മളോട് കുറച്ചു നേരം സംസാരിക്കണം, ഇവര് നമ്മളെ പോലെ അല്ലല്ലോ എന്ന് തോന്നണം. കാരണം കർത്താവ് യേശു ക്രിസ്തു ഹാലേലിയ ജീവിച്ച ജീവിതത്തിൽ നമുക്കറിയാം കർത്താവിന് വേണമെങ്കിൽ രാജാവായിട്ട് അവിടെ നേരെ ഇരുന്ന് ഭരണം ചെയ്യാമായിരുന്നു. പൗലോസിന്റെ ഒക്കെ ശുശ്രൂഷ ചെയ്ത് നമുക്കറിയാം. അവര് വന്ന് ഹാലേലിയ മാലയൊക്കെ ഇട്ട് അവരുടെ ദൈവമാക്കാൻ വേണ്ടി ഓടി വന്നിട്ടുണ്ടായിരുന്നു. ഹാലേലുയ. അപ്പൊ അവിടെയൊക്കെ അവരെന്താ വസ്ത്രം കീറി ഹാലേലുയ അവരുടെ മുമ്പിൽ ഹാലേലിയ പറഞ്ഞു, ഞങ്ങൾ നിങ്ങളെ പോലെ സാധാരണ മനുഷ്യർ തന്നെയാണ്. പക്ഷെ അവിടെയൊക്കെ ഹാലേലുയ അവരുടെയൊക്കെ താഴ്മ എങ്ങനെയായിരുന്നു? അവരൊക്കെ വന്നത് കസരക്കറി ഇരിക്കാൻ വേണ്ടിയിട്ടല്ല. കർത്താവിനെ ഹല്ലേലൂയ കൊട്ടാരത്തിലേക്കൊക്കെ പോകായിരുന്നു. വേണമെങ്കിൽ പോയിട്ട് ദൂതൊക്കെ പറയുക, അവരൊക്കെ അത്ഭുതം കാണിക്കുകയൊക്കെ ചെയ്യായിരുന്നു. പക്ഷെ കർത്താവ് അതിലല്ല വന്നത്. കർത്താവ് എന്തിനാ വന്ന അപ്പൊ ആ മനസ്സ് അറിഞ്ഞവൻ ആരെന്ന് വെച്ചാൽ ആ മനസ്സറിഞ്ഞ് കർത്താവിന്റെ മനസ്സുള്ളവരാണ് നമ്മൾ എന്ന് പറയാം. കർത്താവിന് മനസ്സറിഞ്ഞ് മറ്റുള്ളവരെ ഗ്രഹിപ്പിക്കാൻ കഴിയുന്നവരായിരിക്കും നമ്മൾ. കർത്താവ് വന്നത് ഇവിടെ സമ്പത്തും പ്രൗഢിയും വലിയ സ്ഥാനമാനങ്ങളും ഒന്നും നേടാനല്ലെങ്കിൽ നമ്മൾ ഇവിടെ ആയിരിക്കുന്നത് സമ്പത്തും പ്രൗഢിയും വലിയ സ്ഥാനമാനങ്ങളും നേടുന്ന ഉദ്ദേശത്തോടു കൂടി ആയിരിക്കല്ലേ പലരും ഇന്ന് ബൈബിൾ എടുത്തുകൊണ്ട് ഇറങ്ങിയിരിക്കുന്ന അവരെ അനുഗ്രഹിക്കപ്പെട്ടു, ഇവരെ അനുഗ്രഹിക്കപ്പെട്ടു, ഞാൻ ഈ മാർഗം എടുത്ത് ഞാനും അല്ലേ. പക്ഷെ ശരിയാണ്, അനുഗ്രഹം നിനക്കുണ്ട്. പക്ഷെ നിന്റെ ഫോക്കസ് അതാകരുത്. കർത്താവിന്റെ അടുക്കലേക്ക് വന്ന നിന്റെ വിഷയത്തിന് പരിഹാരമുണ്ട്, പക്ഷെ നമ്മുടെ ഫോക്കസ് അതാകരുത്. വിടുതലുണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്, നിന്റെ ഏത് വിഷയമാണ് കാര്യം വിടുതലുണ്ട്. പക്ഷേ നമ്മുടെ ഫോക്കസ് അതാകരുത്. നമ്മുടെ ഫോക്കസ് എന്താണെന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഹാലേലിയ. അപ്പൊ കർത്താവിന്റെ മനസ്സുള്ളത് നമ്മളാകുന്നെങ്കിൽ അടുത്തടുത്ത് നമ്മൾ കാണുന്നുണ്ടായിരുന്നു. ഹാലേലിയ. മത്തായിയുടെ സുവിശേഷം 9:36 വായിക്കാം സിസ്റ്റർ.
9:36. ഉം. അവൻ പുരുഷാരത്തെ ഇടയനില്ലാത്ത ആടുകളെ പോലെ കുഴഞ്ഞവരും ഉം. ചിന്നിയവരുമായി കണ്ടിട്ട് അവരെക്കുറിച്ച് മനസ്സലിഞ്ഞ് തന്റെ ശിഷ്യന്മാരോട് മതി, പോയി മനസ്സിലായി. അവൻ പുരുഷാർത്ഥ ഇടയനില്ലാത്തവരും ആടുകളെ പോലെ കുഴഞ്ഞവരും ചിന്നിയവരുമായി കണ്ടിട്ട് അവരെ കുറിച്ച് മനസ്സലിഞ്ഞു. കർത്താവിന് വേദന വന്ന പുരുഷാരം തിങ്ങി നിറഞ്ഞു വന്ന് ദൈവത്തിന്റെ പുറകെ നടക്കുന്ന അത്ഭുതം ചെയ്യുന്നു. അതിലൊന്നും അല്ല കർത്താവിന് മനസ്സലിവ് വന്ന എന്താ വെച്ചാൽ ഇടയനില്ലാത്ത ആടുകളെ പോലെ അവരെ കണ്ടപ്പോൾ നമുക്ക് നമ്മുടെ ചുറ്റുപാടും കിടക്കുന്നവരൊക്കെ പാപത്തിലും ശാപത്തിലും അവരുടെ ജീവിത തകർച്ചയിലും ഒക്കെ കിടക്കുന്ന കാണാൻ നമ്മുടെ മനസ്സലിയുന്നുണ്ടോ? ആരും ഓർത്ത് നമ്മൾ വേദനിക്കുന്നുണ്ടോ? നമ്മളാണെ അപ്പൊ നോക്കും, അയ്യോ എന്റെ പിന്നാലെ എത്ര ആൾക്കാരെ കർത്താവിന്റെ പിന്നാലെ പുരുഷാരം തിങ്ങി നിറഞ്ഞെന്ന ഒരിടത്ത് അപ്പം എടുത്ത് വാഴ്ത്തിയിട്ട് സ്തോത്രം ചെയ്ത് നുറുക്കിയിട്ട് അവിടെ എത്ര പേർക്ക് കൊടുത്ത് 5 അപ്പം കൊണ്ടെന്ന് വെച്ചാൽ 5000 പുരുഷൻ. അപ്പൊ 5000 പുരുഷന്മാരുണ്ടെങ്കിൽ എന്തായാലും 5000 സ്ത്രീകളും ഉണ്ടാകും, പിന്നെ അവരുടെ ഒരു കുട്ടികളും ഉണ്ടാകും. ഇത്ര ആൾക്കാർ. അപ്പൊ അത്രയും ആൾക്കാർ കർത്താവിന്റെ പിന്നാലെ വരുന്നത് പറയുമ്പോ ആലോചിച്ച് നോക്കാം. അപ്പൊ നമ്മളാണെങ്കിൽ ഇന്ന് ഇത്രയും ആൾക്കാർ വന്നിട്ടുണ്ട്, ഹല്ലേലൂയ, കൊള്ളാട്ടോ, ഇതായിരിക്കും നമ്മൾ നോക്കുന്നത്. എവിടെ ഇടയിലില്ലാത്ത ആടുകളെ പോലെയാണ് അവര് എന്തിനാണ് വന്നേക്ക്, എന്താ വിഷമം, ഇതൊന്നും ഓർത്തിട്ടല്ല നമ്മുടെ മനസ്സലിയുന്നതെങ്കിൽ എപ്പോഴും നമ്മൾ മറ്റെന്തോ ഫോക്കസ്ഡ് ആണെങ്കിൽ കർത്താവിന്റെ മനസ്സ് എവിടെ പോയി? കർത്താവിന്റെ മനസ്സ് അതിനെക്കുറിച്ച് നമ്മൾ ഇപ്പോഴും ചിന്ത, ആ കമ്പാഷൻ നമ്മൾ മറന്നു പോകരുത്. അടുത്തിട്ട് നമ്മൾ കാണുന്നത് കർത്താവിന്റെ താഴ്മയെ കുറിച്ച് പറയുകയാണെങ്കിൽ കർത്താവ് ശിഷ്യന്മാരുടെ കാല് കഴുകുന്ന ഒരു ഭാവം നമ്മൾ കാണാം. കർത്താവ് ശിഷ്യന്മാരുടെ കാല് കഴുകുമ്പോൾ പത്രോസോടെ പറയുന്നത് എന്റെ കാലം നീ കഴിയൊന്നും വേണ്ട, ഞാൻ സമ്മതിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞപ്പോ കർത്താവ് പറഞ്ഞത്. അപ്പൊ അവിടെ നമുക്ക് കാണിച്ചു തന്ന മാതൃകയാണ്. ഗുരുവായിരുന്നിട്ട് കർത്താവ് വന്നിട്ട് ആ ശിഷ്യന്മാരുടെ കാല് കഴുകാനായിട്ട് ഇന്ന് എത്ര പേർക്കുണ്ട് ഈ മനസ്സ്? ഇന്ന് കാല് കഴുക ശുശ്രൂഷ ഒന്നുമില്ല. അത് കത്തോലിക്ക സഭയിലൊക്കെ ഈ വ്യാഴാഴ്ച കാല് കഴുകുന്ന ശുശ്രൂഷ ഇങ്ങനെ കാണാറുണ്ട്. പക്ഷെ അല്ലാതെ നമ്മുടെ പെന്തക്കോസ്ത് സഭയിലൊന്നും നമ്മൾ കാണാറില്ല കാല് കഴുകുക. അപ്പൊ കാല് കഴുകാന്ന് വെച്ചാൽ നിങ്ങൾ അക്ഷരാർത്ഥ കാല് കഴുകണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ ആ മനോഭാവം നമ്മളുണ്ടോ? ഹല്ലേലൂയ. ആ മനോഭാവം നമ്മൾ വരണം. അതാണ് പറഞ്ഞ കർത്താവിന്റെ മനസ്സ്. ഹല്ലേലൂയ. അപ്പൊ കർത്താവിനും മനസ്സ് അതുപോലെ തന്നെ കർത്താവ് പള്ളിയിൽ ചെന്ന സമയത്ത് അവൻ 18 എന്താ കൈ വരേണ്ട ഒരു സ്ത്രീയെ കണ്ടപ്പോ അല്ല കൂനിയായ സ്ത്രീയെ കണ്ടപ്പോ 18 വർഷമായി കൂനിയായ സ്ത്രീയെ കണ്ടപ്പോ ഇവിടെ അബ്രഹാമിന്റെ സന്തതിയാണ്. ഹല്ലേലൂയ. അപ്പൊ അത്ര 18 വർഷമായിട്ട് പിശാച് ബാധിച്ച് ഇരുന്ന ആ സ്ത്രീയെ അവിടെ സൗഖ്യമാക്കുമ്പോൾ അവിടുന്ന് ഒരുപാട് കർത്താവിന്റെ ഓരോ ശുശ്രൂഷയിലും അനുകൂലമായിട്ട് ആൾക്കാർ എഴുന്നേക്കുന്നതിനെക്കാട്ടി പ്രതികൂലമായിട്ട് ആൾക്കാർ എഴുന്നേറ്റിരുന്നു. ഇന്ന് RSSകാരുടെ വലിയൊരു സമ്മേളനം നടക്കുന്നത് എന്നിട്ട് അവിടെ ഒരാള് ഊനിയായിട്ടോ എന്തെങ്കിലും ആയിക്കോട്ടെ, എന്തായിട്ട് കിടക്കുന്ന കണ്ടാലും നമ്മൾ എന്ത് ചെയ്യും? സമാധാന മിണ്ടത്തില്ല. നമ്മൾ അവിടുന്ന് പയ്യെ സ്കൂട്ടാകും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് അവിടെ നടക്കുന്ന എന്താ? നമ്മുടെ ജീവനല്ലേ നോക്കണ്ട, തലയെങ്ങാനും പോയാലോ അടി കൊണ്ടാലോ. എന്നിട്ട് ഒരു വാക്കൂടെ പറയും, എന്താ? ദൈവം നമുക്ക് പരിജ്ഞാനം തന്നിട്ടുണ്ടല്ലോ, ഇത് നമ്മൾ ഓർക്കണ്ടായോ? നമ്മൾ പറയുന്ന നമ്മുടെ ഇന്നത്തെ ദൈവദാസന്മാരുടെയൊക്കെ വായിന്ന് വാക്കതൊക്കെ. കർത്താവ് എന്തിനാ നിനക്ക് പരിജ്ഞാനം തന്നേക്കുന്നത്? കർത്താവ് പരിജ്ഞാനം തന്നേക്കുന്നത് കർത്താവിന്റെ ആഗ്രഹം എന്താ തിരിച്ചറിയാണ് പരിജ്ഞാനം തന്നേക്കുന്നത്. അല്ലാതെ ലോകത്ത് നോക്കിയിട്ട് എനിക്ക് എന്റെ തടി കേടാവുമെന്ന് നോക്കിയിട്ട് അതനുസരിച്ച് കൂട്ടാനുള്ള പരിജ്ഞാനം അല്ല ദൈവം തന്നേക്കുന്നത്. അത് ഈ ലോകത്തിന്റെ പരിജ്ഞാനമാണ്. ഞാൻ പറയും, കർത്താവ് നമ്മളെ ഒരു കാര്യം ഏൽപ്പിച്ച്, കർത്താവ് യേശു ക്രിസ്തുവിനെ പലപ്പോഴും ഒരു കൊല്ലാൻ നോക്കണം, പിടിക്കാൻ നോക്കണം, തള്ളിയിടാൻ നോക്കണം എന്നൊക്കെ പറഞ്ഞ് കർത്താവ് അവിടെ നിന്നെല്ലാം പോയി. എന്തുകൊണ്ടാ? ദൈവത്തിന്റെ സമയമായിട്ടില്ലായിരുന്നു. ദൈവത്തിന്റെ സമയമായിട്ടില്ലെങ്കിൽ നമ്മളെ തല്ലാനോ കൊല്ലാനോ ഒന്നും ആർക്കും പറ്റത്തില്ലെന്നേ. ഇനിയിപ്പോ കൊല്ലാനാണ് നമ്മുടെ എങ്കിൽ ദൈവം അങ്ങനെയാണ് നമ്മളെ കണ്ടേക്കുന്നതെങ്കിൽ നമ്മൾ എവിടെ ചുമ്മാ ഇരുന്നാലും അങ്ങനെ തന്നെ ചാകും. എത്ര ആൾക്കാരെ നമ്മൾ കാണുന്നുണ്ട്, ആള് മാറി തല്ലുകൊല്ലുന്നു, വെട്ടിക്കൊല്ലുന്നു, ഇതൊക്കെ കണ്ടിട്ടില്ലേ? ആള് മാറിയിട്ട് അല്ലെങ്കിൽ വെറുതെ പോയേനെ. പണ്ട് നമ്മളൊരു വലിയ വിവാദമേറിയ കേസ് പറഞ്ഞ ഒരു കഷ്ണം ബ്രെഡ് എടുത്തേനെ കടയിൽ പോയി എല്ലാരും കൂടെ പിടിച്ച് ഓടിച്ചിട്ട് മരത്തിൽ കെട്ടിയിട്ട് തല്ലിക്കൊന്നു അല്ലേ? ഇവിടെയൊക്കെ അവരെ എന്ത് ചെയ്തിട്ടാ? അപ്പൊ ഇതുപോലെ നമ്മുടെ ജീവിതം കർത്താവ് നേരത്തെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. എന്ന് വിചാരിച്ച് ഭയമില്ലാതെ അങ്ങോട്ട് പോയാൽ എന്താ കുഴപ്പം?
ഹല്ലേലൂയ. ഓക്കെ, ആ ഭാഗം ഞാൻ വിടുകയാണ്. ആ ഭാഗത്ത് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ കൂടുതൽ പറഞ്ഞു പോകും. അമ്മ ഇവിടെ പറഞ്ഞ കർത്താവിന്റെ മനസ്സ്, ഹല്ലേലൂയ, ആമേ അവിടെ നമ്മൾ കാണുന്നുണ്ട്. ഹല്ലേലൂയ. അടുത്ത ലൂക്കോസിന്റെ 5:16 ഒന്ന് വായിക്കുവോ? ലൂക്കോസ് 5:16. ഉം. അവനോ നിർജ്ജനദേശത്ത് വാങ്ങിപ്പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇവിടെ പറഞ്ഞ എന്താണ്? ഹല്ലേലൂയ. എന്നാൽ അവരെ കുറിച്ച് വർത്തമാനം വളരെ പുരുഷാരം കിട്ടണം, അവങ്ങളുടെ 12. വ്യാധികൾ സൗഖ്യം കിട്ടണം കൂടി വന്നു. അവന് നിർജ്ജന വാങ്ങിപ്പോ കർത്താവിന്റെ ഹല്ലേലൂയ പ്രയർ ലൈഫ്. ഹാലേലിയ കർത്താവ് ഹാലേ നമ്മൾക്ക് ഒരു ഏത് ശുശ്രൂഷ ചെയ്യുന്നതിന് മുമ്പും ഹാലേ കർത്താവിന്റെ ഹാലേ പ്രേയർ ഹാലേ നമ്മൾ കണ്ടിരുന്നു. അല്ലെ കർത്താവ് എവിടെയാണെങ്കിലും പോകുന്നിടത്ത് ഹാലേലിയ ദൈവത്തിൽ അതൊരു പിതാവിൽ ആശ്രയിച്ചിരുന്നു കർത്ത എപ്പോഴും. ഹാലേലിയ പ്രാർത്ഥിക്കുക മാത്രമല്ല കർത്താവിന്റെ ആശ്രയം യേശു കർത്താവിന് ഹാലേലിയ സകലതും ചെയ്യാനുള്ള കഴിവൊക്കെ ദൈവം കൊടുത്തിട്ടുണ്ടെങ്കിലും പരിശുദ്ധാത്മ ശക്തിയൊക്കെ ഉണ്ടെങ്കിലും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ സ്വർഗസ്ഥനായ പിതാവിൽ ആശ്രയിച്ചത് ചെയ്തു. ഹാലേലിയ ആ പ്രാർത്ഥന ഹാലേയ നമുക്കറിയാം, പലപ്പോഴും രാത്രി മുഴുവൻ പോയിട്ട് പ്രാർത്ഥിക്കുന്നു, നിർജ്ജന പ്രദേശത്ത് പോയി പ്രാർത്ഥിക്കുന്നു, മലമുകളിലേക്ക് പോയി പ്രാർത്ഥിക്കുന്നു. ഹാലേ കർത്താവ് ഹാലേലിയ വേറിട്ട് എപ്പോഴും ഹാലേലിയ ദൈവത്തിൽ മുമ്പിൽ പ്രാർത്ഥിച്ച് ഹാലേലിയ എല്ലാ കാര്യങ്ങളും പിതാവിന്റെ ഇഷ്ടമാണ് ചെയ്തുകൊണ്ട് പിതാവിൽ ഭയങ്കരമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരുന്നു. നമ്മൾ എത്രത്തോളം ദൈവത്തെ ഡിപ്പെൻഡ് ചെയ്ത് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ദൈവത്തോട് പ്രാർത്ഥിച്ച് ഹാലേലിയ നമ്മുടെ ആരുടെ ശുശ്രൂഷയാണ് ഞാൻ പറയാം, ശുശ്രൂഷയ്ക്ക് പിൻപിൽ വലിയൊരു പ്രാർത്ഥിച്ചാലേ വചനം വരുവോളൂ എന്ന് വെച്ചാൽ അല്ല, പ്രാർത്ഥിച്ചാലേ ശുശ്രൂഷ വെളിപ്പെടുത്തുള്ളൂ എന്ന് വെച്ചാൽ അല്ല. പക്ഷേലേ ഇത് ചെയ്യുമ്പോഴാണ് അതിന്റെ ഒരു കറക്റ്റ് ഓർഡർ എന്ന് പറയുന്നത്. കാരണം ഞാൻ പലപ്പോഴും നമ്മൾ പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥനയൊന്നും ഇല്ലാതെ ചെന്നിട്ട് ആരെങ്കിലൊക്കെ അത് ഒരു ദിവസം പറയുന്ന എല്ലാം നല്ല അർത്ഥത്തിൽ ഗ്രഹിക്കണം കേട്ടോ. കാരണം വെച്ചാൽ നമ്മുടെ പ്രാർത്ഥനാ ജീവിതം നമുക്ക് വേണം, സ്ഥിരമായ ഒരു പ്രാർത്ഥനാ ജീവിതം വേണമെന്നുള്ള വിശ്വാസം. ഇനിയിപ്പോ പ്രാർത്ഥിച്ചില്ലെന്ന് വിചാരിച്ച് ആർക്കെങ്കിലും വേണ്ടി നമ്മൾ പ്രാർത്ഥന ഭൂതത്തെ പുറത്താക്കി ഈ ഭൂതം നമ്മുടെ മേലോട്ട് കയറുവോ? ഇല്ല, കേറത്തൊന്നുമില്ല. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്താ വെച്ചാൽ പണ്ടൊരിക്കലും വിജയപാസ് പറഞ്ഞത് നമ്മള് ശക്തമായി പ്രാർത്ഥിച്ച് ശുശ്രൂഷ നിന്നില്ലെങ്കിൽ ചിലപ്പോ ഈ പറഞ്ഞു വിടുന്നതൊക്കെ ചിലപ്പോ നമ്മുടെ വീടിന്റെ പരിസരം നമ്മുടെ വീട്ടിലെ മറ്റുള്ള പ്രാർത്ഥിക്കാത്തവരിലോട്ടൊക്കെ വന്ന് ചിലപ്പോ കേറിയേക്കും. ഹാലയില് അങ്ങോട്ട് തന്നെ പണ്ട് നമ്മുടെ വിജയപാസ് പറഞ്ഞ് നമ്മുടെ റോഡിൽ വന്നിങ്ങനെ കുറെ പേര് ചുറ്റിപ്പറ്റി നിൽപ്പുണ്ട്. എന്താ ഒരവസരം കിട്ടി അകത്തോട്ട് കയറണം. എന്താ ഞാൻ അവിടുന്ന് ഇവിടുന്നൊക്കെ ഒഴിപ്പിച്ചിട്ട സാധനങ്ങളാ. അവര് ചിലപ്പോ വന്നിട്ട് ഇവിടെയൊക്കെ നോക്കി നിൽക്കും. നമ്മളൊരു അവസരം ഇട്ട് കൊടുത്ത് ചിലപ്പോ ഇങ്ങോട്ട് കയറും. ഇത് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ആഴ്ചയിലാണ് ഞാൻ എന്നെ അന്മോളോട് പറഞ്ഞു, മോളെ വചനം ശുശ്രൂഷിക്കുമെന്ന് ചോദിച്ചു. അപ്പൊ അയ്യോ അമ്മ ഇല്ല. ഞാൻ പറയാം അതെന്താ, എനിക്കിപ്പോ വലിയ പ്രാർത്ഥനയൊന്നും ഭയങ്കരമായിട്ട് ഇല്ല. ഇപ്പൊ ഇതൊക്കെ ആയതുകൊണ്ട് ഞാൻ ബിസിയാണ്, ഒത്തിരി പ്രാർത്ഥിക്കുന്ന. അപ്പൊ ഞാൻ പ്രാർത്ഥിക്കാതെ ശുശ്രൂഷിച്ച നീ ഇതുവല്ല എന്റെ അടുത്തേക്ക് വരുമോ പറഞ്ഞ എക്സ്ക്യൂസ്. അപ്പൊ ഞാൻ പറഞ്ഞേ ആരും അമ്മ പണ്ടങ്ങാണ്ട് പറഞ്ഞില്ലേന്ന്. അപ്പൊ ഈ പറയുന്നത് എന്തർത്ഥത്തിലാണെന്നറിയാതെ പിടിച്ചു വെച്ചിട്ട് പലപ്പോഴും പലരുടെയും ചിന്ത ഇങ്ങനെയാ, എന്താ അയ്യാ ഞാൻ പോയി കൈ വെച്ചങ്ങനെ പ്രാർത്ഥിച്ച ഈ സാധനം എന്റെ ഇങ്ങോട്ട് വരും, എന്റെ വീട്ടിലോട്ട് വരും. അങ്ങനെയൊന്നും വരത്തില്ലെന്നേ. ഹല്ലേലൂയ. എന്തിനാ നമ്മൾ പ്രാർത്ഥനാ ലൈഫ് വേണമെന്ന് പറയുന്നത്? കാരണം നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മൾ ദൈവവുമായിട്ട് ഇരിക്കുന്നത്, ദൈവത്തോട് സംസാരിക്കുക. ഓരോ സമയത്തും നമ്മൾ ദൈവവുമായിട്ട് ഇരിക്കുമ്പോൾ ദൈവത്തോട് കൂടി ഇരുന്ന് പ്രാർത്ഥിക്കുക, നമ്മുടെ സ്വഭാവത്തിൽ മാറ്റം വരുന്നുണ്ട്. ഹാലേലിയ. അപ്പൊ നമ്മൾ തന്നെ രൂപാന്തരപ്പെടുന്നുണ്ട്. നമ്മൾ രൂപാന്തരപ്പെടും തോറും നമ്മൾ എന്ത് ദൈവത്തോട് അനുരൂപരായി വന്നുകൊണ്ടിരിക്കുക. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് പ്രാർത്ഥന. അപ്പൊ എന്നാലേ നമ്മൾ പറഞ്ഞ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായിട്ട് ശുശ്രൂഷിക്കാനൊക്കെ പറ്റത്തുള്ളൂ. ഇല്ലാത്തവരും ശുശ്രൂഷിക്കുമ്പോഴാണ് ഈ അഹങ്കാരമൊക്കെ തലയിലോട്ട് കയറുന്നത്, പിശാച് പിന്നെ നടത്താൻ തുടങ്ങുന്നു. അപ്പൊ നമ്മുടെ ലൈഫ് നമ്മൾ തന്നെ ഹാലേലിയ നമ്മുടെ ലൈഫിനെ മോഡിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കുന്നു അല്ലെ. നിങ്ങൾ പ്രാർത്ഥന വർദ്ധിച്ചപ്പോൾ ഞാനങ്ങ് മോശമായിപ്പോന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? ഹാലേലൂയ. ഇനി ഒരു പ്രാർത്ഥന ഇല്ലാതെ ഞാനങ്ങ് നന്നായി എന്ന് പറഞ്ഞ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. കാരണം പ്രാർത്ഥന ലൈഫ് തന്നെയാണ് നമ്മളെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവ് യേശു ക്രിസ്തു നമുക്ക് കാണിച്ചത്. കർത്താവ് എന്താ, പ്രാർത്ഥിക്കുന്നവന് നഗളം വരത്തില്ല. കാരണം എന്താ, അവൻ പ്രാർത്ഥിക്കാന്ന് വെച്ചാ നമ്മൾ ദൈവത്തോട് സംസാരിക്കാണ്. നമ്മൾ ആരോടാണോ ഫെലോഷിപ്പ് വെക്കുന്നത്. ഇപ്പൊ നമ്മൾ രണ്ട് കൂട്ടുകാരുണ്ടെങ്കിൽ പോലും ഞാൻ പറയാം, ഞാനിപ്പോ സാറാ സിസ്റ്റർ, ഞാൻ സാറാ സിസ്റ്ററുമായിട്ട് ഭയങ്കര കൂട്ടാണെങ്കിൽ എപ്പോഴും ഞാൻ സാറാ സിസ്റ്ററോട് സംസാരിക്കും. സാറാ സിസ്റ്റർ സ്വഭാവം ഒക്കെ എനിക്കും പകരപ്പെടും അല്ലെ. ഈവൻ നമ്മുടെ ഹാലേലിയ നമ്മുടെ സംസാരം പോലും ആ ഒരു ഇതിലേക്ക് വരും.
കാണാൻ ചില ആൾക്കാർക്ക് നമ്മൾ അവരുടെ ലാംഗ്വേജ് അല്ലെ അവരുടെ ആ പ്രൊനൗൺസിയേഷൻ ഇതൊക്കെ നമ്മൾ അറിയാതെ നമ്മളിലേക്ക് വരും. കാരണം എന്താ വെച്ചാൽ ഞാൻ എപ്പോഴും ഫെലോഷിപ്പ് വെക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന വെച്ചാൽ ദൈവമായിട്ട് എപ്പോഴും ഫെലോഷിപ്പിൽ ഇരിക്കും, ദൈവമായിട്ട് എപ്പോഴും സംസാരിക്കും. അങ്ങനെ നമ്മൾ സംസാരിക്കുമ്പോൾ അതേ സ്വഭാവങ്ങൾ നമ്മളിലേക്ക് പകരപ്പെടും. ആ സ്വഭാവം നമ്മളിലേക്ക് വരും, നമ്മൾ പോലും അറിയാതെ നമ്മുടെ സ്വഭാവത്തിൽ മാറ്റം വരും. കാരണം ആരാ ഞാൻ എപ്പോഴും സംസാരിക്കുന്ന ആരോടാ? ഈ ലോകത്തിലെ മനുഷ്യരോടല്ല, അല്ല ഞാൻ ദൈവത്തോടെ സംസാരിക്കും. ഇതാണ് പ്രാർത്ഥനയുടെ പ്രത്യേകത. അപ്പൊ നമ്മൾ അറിയാതെ നമ്മളെ തന്നെ മാറ്റിമറിക്കും പ്രാർത്ഥന കൊണ്ട്. അതുകൊണ്ടാ പ്രാർത്ഥിക്കണം എന്ന് ശുശ്രൂഷിക്കുന്നവരെല്ലാവരും ശുശ്രൂഷിക്കാനുള്ള വിശ്വാസം എല്ലാം പക്ഷെ ശുശ്രൂഷിക്കുന്നവർ മസ്റ്റായും പ്രാർത്ഥിക്കണം എന്ന് പറയുന്നതിന്റെ കാര്യം അത്. കാരണം വെച്ചാൽ അമ്മ ദൈവത്തിന്റെ സ്വഭാവം ഇല്ലാതെ പറഞ്ഞ ക്രിസ്തുവിന്റെ മനസ്സില്ലാതെ നമ്മൾ ശുശ്രൂഷിച്ചാൽ നമ്മളെ ഒരാൾ കയ്യിലെടുക്കും. പിന്നെ നമ്മൾ അവന്റെ ഇഷ്ടത്തിന് നടക്കാൻ തുടങ്ങും. ഹാലേലിയ. അവൻ പറയുന്നിടത്തേക്ക് അവൻ പറയുന്ന ട്രിക്കുകളൊക്കെ നമ്മൾ പ്രയോഗിക്കാൻ തുടങ്ങും. അവന്റെ കള്ളത്തരങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ തുടങ്ങും. ഹാലേലിയ. അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഹാലേലിയ അവയെ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ. ആമേ ഹാല ഇവിടെ നമ്മൾ ഹാലേലിയ ഓരോ പ്രാവശ്യം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെ ശുശ്രൂഷിക്കുമ്പോഴെല്ലാം ഹാലേലിയ നമ്മുടെ ആമേ ജീവിതത്തിൽ പ്രാർത്ഥന. ഗലാത്യ ലേഖനം 2:20 ഒന്ന് വായിക്കാവോ? Galatians 2:20. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഞാൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്ങളുടെ വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നത്. ആമേൻ. സ്തോത്ര. ഹാലേലിയ. അവിടെ നമ്മള് ഹാലേലിയ ആമേ കർത്താവ് നമ്മളോട് ആമേ എന്താ പറയാ അമ്മ ക്ഷമിച്ചു, നമ്മളെ സ്നേഹിച്ചു, നമ്മളെ വീണ്ടെടുത്തു, എല്ലാം ചെയ്തു. ആ കർത്താവ് നമ്മൾ ആയിക്കഴിഞ്ഞാൽ, ക്രിസ്തു നമ്മൾ ആയിക്കഴിഞ്ഞാൽ ഹാലേലുയ നമുക്ക് ലഭിച്ച പാപക്ഷമ, സ്നേഹം, ദൈവത്തിന്റെ കരുണ ഇതെല്ലാം നമുക്ക് ലഭിച്ചു. പക്ഷെ നമ്മൾ ക്രിസ്തുവിലായി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ നമ്മൾ ജീവിക്കണം? ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആമേ ഞാൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ട ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. അപ്പൊ ഹാലേലുയ ഇത് വചനത്തിൽ പറഞ്ഞിരിക്കുന്ന നമ്മൾ പറയും. പക്ഷേ ആമേ ക്രിസ്തു ആണോ നമ്മൾ ജീവിക്കുന്നത്, നമ്മളാണോ നമ്മൾ ജീവിക്കുന്നത്? ക്രിസ്തുവാണ് ജീവിക്കുന്നെങ്കിൽ എന്താ? ക്ഷമിക്കാൻ വേണം, അവൻ പൊറുക്കാൻ കഴിയണം, സ്നേഹിക്കാൻ കഴിയണം, ഒരു പ്രതിഫലം ഇല്ലാതെ സ്നേഹിക്കാൻ കഴിയണം. ഹാലേലി. അപ്പൊ അങ്ങനെ കർത്താവിന്റെ സ്വഭാവങ്ങൾ എന്തൊക്കെയാ? കർത്താവിൽ നമ്മൾ ക്രിസ്തുവിലാണ് നമ്മൾ ഇനി ജീവിക്കുന്നത്. ഇപ്പോൾ ജീവിക്കും ഞാനല്ല, ക്രിസ്തു അത്രയെന്ന് പറയാം. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നത് എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നത്തെ ഏൽപ്പിച്ചത് ദൈവപുത്രങ്ങളിൽ വിശ്വാസത. അപ്പൊ നമ്മൾ ഈ ജഡത്തിൽ ഇപ്പൊ ആയിരിക്കുന്നത് നമ്മുടെ ജഡപ്രകാരം ജീവിക്കാൻ വേണ്ടിയിട്ടല്ല. ആമേ ക്രിസ്തുവിന് വേണ്ടി ഹാലേലിയ കർത്താവിന് വേണ്ടി കർത്താവ് വിലയ്ക്ക് വാങ്ങിയതാണെങ്കിൽ നമ്മൾ കർത്താവിന് വേണ്ടി തന്നെ ജീവിക്കണം. ഹാലേലിയ. അപ്പൊ നമ്മുടെ കുറിവാക്യത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഹാലേലിയ. ഹാലേലിയ. ദൈവം നമുക്ക് ഇവിടെ പറയുന്ന നാമ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാകും. അപ്പൊ ദൈവം നമുക്ക് ദൈവത്തിന്റെ ആത്മാവിനെ തന്നിരിക്കുന്നത് ദൈവത്തിന്റെ ഡിവൈൻ വിസ്റ്റത്തിനനുസരിച്ച് പരിശുദ്ധാത്മ നടത്തുന്ന വഴിയിലൂടെ നമുക്ക് നടക്കാൻ വേണ്ടിയിട്ടാണ്. രണ്ടാമത് നമുക്ക് പറയുകയാണെങ്കിൽ പറയാം ഹാലേലിയ ഇവിടെ പറയുന്നത് കർത്താവ് നമ്മുടെ മനസ്സിന് ഓരോ ദിവസവും പരിശുദ്ധാത്മ നമ്മുടെ മനസ്സിനെ പുതുക്കും. എന്തിനാ? ദൈവത്തിന്റെ ഹൃദയത്തെ അറിഞ്ഞ് തന്നെ ദൈവത്തിന്റെ മനസ്സ് എങ്ങനെയാണ് അതുപോലെ നമ്മൾ നടക്കാൻ വേണ്ടിയിട്ട് കർത്താവ് ഭൂമിയിൽ വന്നിട്ട് വന്ന് എന്തിനാണ് കർത്താവ് വന്നത്? ഇവിടെ പറയുന്നത് കർത്താവ് എന്ന വിശ്വാസത്തിൽ നമ്മൾ ദൈവത്തിലേക്കായെങ്കിൽ എന്തിനും ദൈവത്തിലേക്ക് കർത്താവിന്റെ ഇഷ്ടം കർത്താവിന്റെ ആഗ്രഹം എന്താണോ അതിനെ നമ്മളുടെ പൂർത്തീകരിക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇപ്പൊ കർത്താവിന്റെ ഇഷ്ടം എന്താണ്? യേശു കർത്താവ് ഭൂമി വന്നിട്ട് പിതാവിന്റെ ഇഷ്ടം ചെയ്തു അല്ലേ? പിതാവിന്റെ ഇഷ്ടമല്ലാത്തൊന്നും ചെയ്തില്ല. പിതാവ് ലാസ്റ്റ് കൃഷി കയറുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനയെ പോലും പറയുന്നത് എന്റെ ഹിതമല്ല ഇത് ഈ വഴിമെങ്കിൽ പാനപാത്രം എങ്കിൽ നീങ്ങി പോകണമേ, എങ്കിൽ എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം അല്ലേ?
അപ്പൊ അവസാനം ക്രൂശിലെ മരണത്തോളം കർത്താവ് അനുസരണമുള്ളവർ. ആർക്ക് അനുസരണമുള്ള? സ്വർഗ്ഗസ്ഥനായ പിതാവിന് അനുസരണമുള്ളവരെ പരിശുദ്ധാത്മാവിനെ അനുസരിച്ചു എന്നത് തന്നെയാണ്. ഹാലയിലെ. അപ്പൊ നമ്മൾ ഭൂമിയിലായിരിക്കുമ്പോൾ അല്ലെ നമ്മുടെ മേൽ ദൈവത്തെ നമ്മളെ വീണ്ടെടുത്ത് മക്കളാക്കി ദൈവത്തിന്റെ ആത്മാവിനെ നമ്മുടെ മേൽ പകർന്ന് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാനും വന്നേ? യേശു കർത്താവ് എന്താണോ ആഗ്രഹിച്ചത്, എന്താണോ തുടങ്ങി വെച്ചത്, യേശു കർത്താവ് സ്വപ്നം കണ്ട എന്താണ് അത് തന്നെ ചെയ്യാൻ വേണ്ടി നമ്മളെ ആക്കി വെച്ചേക്കുന്നത്. ഹല്ലേലൂയ. ആമേ. കർത്താവിന്റെ ആഗ്രഹം ഹാലേലിയ അത് പൂർത്തിയാക്കാൻ, അത് നടപ്പിലാക്കാൻ, അതിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാനാണ് ആമേ നമ്മളെ ദൈവമാക്കി. അതുകൊണ്ടാ പറയാം, കർത്താവിന്റെ മനസ്സിലുള്ള നമ്മളെങ്കിൽ മാത്രമേ നമുക്ക് കർത്താവിന്റെ ഇപ്പം സാറാമസ്റ്റർ ഞാനും കൂടെ വലിയ ഫ്രണ്ട്. സാറാമസ്റ്റർ മനസ്സെനിക്കറിയാമെങ്കിൽ സാറാമസ്റ്റർ പറയാതെ എനിക്കത് ചെയ്യാൻ പറ്റും അല്ലേ? പറ്റും. കാരണം വെച്ചാൽ നമ്മള് മനസ്സറിഞ്ഞവരാന്ന് പറയും. പക്ഷെ ഇപ്പൊ പറയാ എന്റെ മനസ്സെടുത്ത് അങ്ങ് സാറാമസ്റ്റർ മനസ്സിലേക്ക് വെച്ചു കൊടുത്തിട്ട് ഈ സാറാമസ്റ്റർ മിനി സിസ്റ്റർ മനസ്സുള്ള എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എന്റെ ഇഷ്ടം എന്താ, എന്റെ ആഗ്രഹം എന്താ, എന്റെ ഹാലയിലിയ ആമേ ഹാലയില. ഇപ്പൊ ഞാൻ മരിച്ചു പോന്നിരുന്നോട്ടെ, ഞാൻ പെട്ടെന്ന് മരിച്ചു പോയെങ്കിൽ ഹാലയിലിയ അപ്പൊ ചിലപ്പോൾ എന്റെ മോള് പറയായിരിക്കും എന്റെ അമ്മയുടെ ആഗ്രഹം ഇതൊക്കെയായിരുന്നു, എന്റെ അമ്മയുടെ ഇഷ്ടം ഇതൊക്കെയായിരുന്നു, അപ്പൊ എന്റെ അമ്മയുടെ മനസ്സ് ഇതായിരുന്നു, എനിക്കതെല്ലാം പൂർത്തിയാക്കണം. പലപ്പോഴും പല കുഞ്ഞുങ്ങളും ചെയ്യുന്ന കണ്ടപ്പോൾ എന്താ അപ്പൊ ആ മനസ്സ് അറിഞ്ഞ് ചെയ്യുന്നതാ പറയാ. പക്ഷെ നമ്മളിൽ പറയുന്ന കർത്താവിന്റെ മനസ്സ് നമ്മളിലേക്ക് വെച്ചേക്കുക. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നിരുന്നിട്ട് ദൈവത്തിന്റെ മനസ്സ് എന്താണോ അത് തന്നെ നമ്മുടെ മനസ്സായിരിക്കണം. കർത്താവ് നടന്നതുപോലെ നടക്കണം, കർത്താവ് കണ്ടതുപോലെ കാണണം, കർത്താവ് ചിന്തിച്ച പോലെ ചിന്തി, കർത്താവിന്റെ ആഗ്രഹം എന്ത്, കർത്താവിന്റെ ഇഷ്ടം എന്താണ്, ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മ നമുക്ക് പറഞ്ഞു തരുമ്പോൾ നമ്മൾ അതുപോലെ നടക്കും. പക്ഷെ പരിശുദ്ധാത്മ ഇത് പലപ്പോഴും പറയും, പലരും കേൾക്കാത്തതിന്റെ കാരണം എന്താ വെച്ചാൽ പലർക്കും ആ ഒരു സ്നേഹത്തിലേക്ക് വന്നിട്ടില്ല, ആ ആഴത്തിലേക്ക് വന്നിട്ടില്ല. ഹാലൂയ. ഇന്ന് പലപ്പോഴും നമുക്ക് സങ്കടം തോന്നുന്ന രീതിയിൽ ഹാലൂയ പലപ്പോഴും പല നുണകളും കള്ളത്തരങ്ങളും കപടതകളും ഒക്കെ കാണിച്ചിട്ട് ആൾക്കാരെ പറ്റിക്കുന്ന ഒരു കൂട്ടർ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അവരെയൊക്കെ ഞാനൊക്കെ പലപ്പോഴും എനിക്ക് സങ്കടം തോന്നും. കാരണം ദൈവം അവരെയൊക്കെ അനുഗ്രഹിച്ചിഷ്ടം പോലെ അനുഗ്രഹിച്ചിട്ട് പിന്നെ എന്തിനാ ഈ കപടത, എന്തിനാ ഈ കള്ളത്തരം? ഹാലേലിയ. അപ്പൊ ഇതൊക്കെ കാണിക്കുമ്പോൾ ഹാലേലിയ നമ്മുടെ ഹൃദയത്തിൽ വേദന തോന്നുന്നത് എന്താ? കർത്താവ് നമ്മുടെ ഉള്ളിൽ എവിടെയോ ഒരു ദൈവസ്നേഹം ഉള്ളത് കൊണ്ട് അത് കാണുമ്പോൾ ഹാലേലിയ. ഒരു ദൈവസ്നേഹവും ഇല്ലാത്തവരാണ് പിശാചിന്റെ മനസ്സുമായിട്ട്, പിശാചിന്റെ സ്വഭാവമായിട്ട്, പിശാച് ദുരാത്മാവുമായിട്ട് ഇന്ന് പലപ്പോഴും നമ്മുടെ ചുറ്റുപാടും ചെന്നായ്ക്കളെ പോലുള്ളവർ ഉണ്ട്. ഹാലേലിയ. അതിനെ നമ്മൾ തിരിച്ചറിയണം. നമ്മൾ ഒരിക്കലും അവരുടെ കൂട്ടത്തിലേക്ക് പോകാനുള്ളവരല്ല. ഹാലേലുയ. നമ്മൾ എപ്പോഴും ഞാൻ പറയാ, കർത്താവിന്റെ മനസ്സ് നിനക്കുള്ളെങ്കിൽ നീ എപ്പോഴും ഒറ്റപ്പെട്ട് തന്നെ നിൽക്കും. അല്ലാതെ അയ്യോ അവരെ കൂടുന്ന ആരും ഇല്ലല്ലോ, അവർക്ക് എന്തോ കുഴപ്പമുള്ളതാരും ചിന്തിക്കരുത്. ഹാലേലിയ. കർത്താവിന്റെ മനസ്സുള്ളവരെ കൂട്ടത്തിൽ ആരും നമ്മളിപ്പോ അപ്പോസ്തല പ്രവൃത്തി ഒക്കെ എടുത്തു നോക്കിക്കോ. ഹാലേലിയ. പഴയ ഓരോ സ്ഥലത്തിലും എടുത്തു നോക്കൂ. കർത്താവിന്റെ മനസ്സുള്ള കർത്താവിന് വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കും. പലതും കാണുമ്പോൾ ക്വസ്റ്റ്യൻ ചെയ്യും, പലതും കാണുമ്പോൾ ഹാലേലിയ അവിടുന്ന് ചിലപ്പം മാറി നിൽക്കും ഒക്കെ ചെയ്യുമ്പോൾ ഹാലേലിയ. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് ചോദിച്ചാൽ അഹങ്കാരമായിട്ടല്ല അത് ചെയ്യുന്നത്. കർത്താവിന്റെ മനസ്സുള്ളവർക്ക് ആ കാണുന്ന കാര്യങ്ങൾ കാണും വേദന തോന്നുന്നത് കൊണ്ടാണ്. കർത്താവിന്റെ മനസ്സെങ്ങും കോംപ്രമൈസ് ചെയ്തില്ലെന്നേ. കർത്താവിന്റെ മനസ്സ് ഒരിടത്ത് പോലും കോംപ്രമൈസ് ചെയ്യായിട്ട് നമ്മൾ കാണുന്നില്ല. കർത്താവ് പറയാനുള്ള ഒരു കൃത്യമായി പറഞ്ഞു. ഉപദേശികളെ കൃത്യമായി ഉപദേശിച്ച് കർത്താവ് വാൺ ചെയ്യാനുള്ള കൃത്യമായി വാൺ ചെയ്തു. പക്ഷെ അവിടെയെല്ലാം കർത്താവ് അതുപോലെ തന്നെ മനസ്സലിവും കാണിച്ചു. കഴിഞ്ഞ ദിവസം നമ്മൾ എന്റെ കൂടെ ഇപ്പം ഒരു സഹോദരിയെ കാണാൻ കർത്താവ് പുള്ളിക്കാരിയുടെ സഹോദരി പറയുന്നതാണ്, ഒരു സഭയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ സഭയിലേക്ക് പോകുന്നത് ആശ്വാസത്തിനും എന്താ പറയാ അല്പം ഇതൊക്കെ കേൾക്കാൻ. പക്ഷെ അവിടെ ചെന്ന് കൂത്തുവാക്കുകളും ഈ മുറിക്കലും ചവിട്ടലും കുത്തലും എന്നൊക്കെ കേട്ട് ആകപ്പാടും ഉള്ളതും കൂടെ പോയി വ്രണപ്പെട്ട് ഇറങ്ങി പോകുന്നുണ്ട്. കാരണം എന്താ? കർത്താവിന്റെ മനസ്സുള്ളവർ അല്ല അവിടെ ഇരിക്കുക. കർത്താവിന്റെ മനസ്സാണ് എങ്ങനെയാ? ഹല്ലേലൂയ. അതുപോലെ ഞാൻ കേട്ടിട്ടുണ്ട് പല പാസ്റ്റേഴ്സിന്റെ ഇത് പണ്ടിവൻ ഭയങ്കര ഭാവിയായിരുന്നു, അവൾ അങ്ങനെയായിരുന്നു, ഇവൾ ഇങ്ങനെയാണ്, ഞാൻ പോയി പ്രാർത്ഥിച്ച് വിടുതൽ പ്രാവശ്യം ഇത് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് വിളിച്ചു പറയും. ഇതാരുടെ സ്വഭാവമാ? കർത്താവ് യേശുക്രിസ്തു ഹല്ലേലൂയ നമ്മുടെ പാപങ്ങൾ എത്ര കടും ചുവപ്പാണെങ്കിലും ഹിമം പോലെ വെളുപ്പിക്കാന്ന് പറഞ്ഞാൽ അത് പിന്നെ പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കത്തില്ല. അതെല്ലാം ആഴത്തിലേക്ക് ഇട്ടുകളെ പിന്നെ പൊക്കി എടുത്തോണ്ട് വരും ഒരുത്തൻ. ആരാന്ന് ഇടയ്ക്കിടയ്ക്ക് പിശാച്, നീ പണ്ട് അങ്ങനെയായിരുന്നില്ല, നീ പിന്നെ എങ്ങനെയായിരുന്നില്ലേ, പോയി പണമാക്കാൻ പറയുന്നു. ദൈവം പറയത്തില്ല ഒരിക്കലും. അതുപോലെ തന്നെ ദൈവ കർത്താവ് ഹാലേലിയ നമുക്കറിയാം. മക്കളുടെ കാലത്ത് മറിയെ കല്ലെറിയാനെ ഓടിച്ചു കൊണ്ടുവന്നു. കർത്താവ് പറഞ്ഞു ഞാൻ ആരും നിന്നെ ശിക്ഷിച്ചില്ലേ? ഇല്ല, ഞാൻ നിന്നെ നിനക്ക് ശിക്ഷ വിധിക്കും, പക്ഷെ ഇനിമേൽ പാപം ചെയ്യരുത്. അപ്പൊ അന്ന് തുടങ്ങി അവള് കർത്താവിന്റെ കൂടെ കൂടി കർത്താവിന്റെ പിന്നാലെ നടക്കുകയൊക്കെ. കർത്താവ് പിന്നെ എപ്പോഴും വന്നു, നീ പണ്ട് അങ്ങനെ ആയിരുന്നു കേട്ടോ, ഞാൻ നിന്നെ രക്ഷിച്ച കേട്ടോ, അല്ലെങ്കിൽ ഇപ്പൊ ജീവനം ഉണ്ടാകത്തില്ലായിരുന്നു.
നാട്ടുകാരെ കല്ലെറിഞ്ഞ് കൊന്നതിന് പറഞ്ഞായിരുന്നു? ഇല്ല. ആമേ ഹാലേ. കാരണം എന്താ? കർത്താവിന്റെ മനസ്സതാണ്. ഹാലേ. കർത്താവിന്റെ മനസ്സ് ഹാലേലുയ. ആ മനസ്സിൽ കർത്താവിന് എപ്പോഴും നമ്മളോടുള്ള സ്നേഹം, ആമേ മനസ്സ്, ആമേ ഇതെല്ലാം ഹാലേ മനസ്സലിവും, ആമേ കരുണയും കൃപയും ഇതെല്ലാം നമ്മുടെ കർത്താവിനുണ്ടെങ്കിൽ കർത്താവ് ഒരിടത്ത് പോലും നെഗളിച്ചിട്ടില്ല. കർത്താവ് ഒരിടത്ത് പോലും ഹാലേലുയ ആമേ എന്താ പറയാ അഹങ്കരിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. ഹാലേ. ഇതൊക്കെയുണ്ട് നമ്മുടെ കർത്താവിന്റെ മനസ്സുള്ളവരാണെങ്കിൽ കർത്താവ് എന്താണോ ഈ ഭൂമിയിൽ ചെയ്യാൻ ആഗ്രഹിച്ചത് അത് ചെയ്യുന്നവരായി മാറണം. അത് ചെയ്യുമ്പോൾ ഹാലേ ഞാൻ പറയാം കർത്താവിന്റെ മനസ്സോടു കൂടി തന്നെ ഹാലേ കർത്താവിന്റെ മനസ്സ് നിന്നുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യണം. ഹാലേലെ കർത്താവ് എങ്ങനെയായിരുന്നു എന്ന് ഇന്നത്തെ ഈ വചനം ഹാലേലിയ എനിക്ക് ഇന്നലെ ആ ഒരു വാക്ക് എന്നെ ഹാലേ വല്ലാതെ എന്നെ സ്പർശിച്ചപ്പോഴാണ് ഞാൻ ഇതിനെ കുറിച്ച് ഇന്നിങ്ങനെ ഹാലേ മെഡിറ്റേറ്റ് ചെയ്യും, കുറച്ച് അങ്ങനെ റെഫറൻസ് എടുക്കുകയൊക്കെ ചെയ്തു. ഹാലേ. കാരണം വെച്ചാൽ കർത്താവിന്റെ മനസ്സ് എന്താന്ന് ഹാലേലിയ നമ്മൾ അറിയണം. ഹാലേ എന്ന് വെച്ചാൽ നമ്മളെ കുറിച്ച് അവിടെ പറഞ്ഞു നാമോ കർത്താവിന്റെ മനസ്സുള്ളവർ ആകുന്നു എന്ന് പറയും. അപ്പൊ നാമോ കർത്താവിന്റെ മനസ്സുള്ളവരാകുന്നു പറഞ്ഞിട്ട് ഹാലയിലെ പിശാചിന്റെ സ്വഭാവമായിട്ട് നടക്കരുത്. ഹാലേ ഇനി തുടങ്ങിയിട്ട് ഹാലേ മാനുഷ്യ സ്വഭാവത്തിൽ നടക്കരുത്. ഹാലേ നമ്മൾ കർത്താവിന്റെ മനസ്സ് തന്നെയായിരിക്കണം. അവിടെ എന്തൊക്കെയാണ് നമ്മുടെ കർത്താവിന്റെ ഹാലേ സ്വഭാവം എന്ന് നമുക്ക് പലയിടത്തും കാണാം. താഴ്മയും ഹാലയിലെ തന്നെത്താൻ താഴ്ത്തിയതും ഹാലയിലെ ആമീൻ നമുക്ക് വേണ്ടി ഹാലയിലെ മനസ്സലിഞ്ഞതും ഹാലയിലെ കരുണ കാണിച്ചതും ഹാലയിലെ മറ്റുള്ളവരെ വിടുവിച്ചതും ഹാലേ ആമ ഇടയനില്ലാത്തവരെ കണ്ടപ്പോൾ കർത്താവിന് സങ്കടം തോന്നിയതും ഒക്കെ ഹാലയിലിയ ആമേ. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഹാലേ ഓരോ വിഷയങ്ങളും ഹാലേ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ കർത്താവ് അറിഞ്ഞ് പ്രവർത്തിച്ചതുപോലെ തന്നെ ഹാലേ അവർക്ക് എന്താണോ ആവശ്യം അല്ലെ നമ്മളത് ആമെ കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. കാരണം കർത്താവിന്റെ മനസ്സുമായിട്ട് നമ്മൾ നിൽക്കുന്ന ഹാലേ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മുടെയൊക്കെ ലൈഫിൽ ഒരു മാറ്റം വരട്ടെ. അല്ലെ മറ്റുള്ളവരെ കൂടെ ഹാലേ കരുതുവാനും ആമെ കാണുവാനും അല്ലെ അവർക്ക് വേണ്ടി അത് പ്രാർത്ഥിക്കുവാനും അല്ലെ അവരുടെ അടുക്കലേക്ക് ഒന്ന് ചെല്ലുവാനും ഒന്ന് ആശ്വസിപ്പിക്കാനും നമ്മൾ ചിലപ്പോൾ കരുതുവാനും ഒക്കെ നമുക്ക് ദൈവം കൃപ തന്നിട്ട് അതെല്ലാം ചെയ്യണം. ഹാലേ. കാരണം എന്താ വെച്ചാൽ കർത്താവിന്റെ മനസ്സുള്ളവരാ നമ്മൾ. ഹാലേലിയ. ഈ വചനത്തെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലെസ് യു.